പ്രൈസ് ദി ലോർഡ്. ദൈവവചനം ശുശ്രൂഷിക്കാനായിട്ട് ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ തന്ന അവസരത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് അവാനാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ടീമിലെ എല്ലാവർക്കും ഞാൻ വെൽക്കം ചെയ്യുന്നു. നമുക്ക് ആദ്യം ഒരു വീഡിയോ കാണാം. ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു പിക്ചർ നമുക്കവിടെ കാണാൻ സാധിക്കും. ഒരു ചെറിയ വീഡിയോ. ഓഡിയോ വേണ്ട, അത്രയേ ഉള്ളൂ. അതിലെന്തെങ്കിലും പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്തോ ആരോ പറഞ്ഞു സ്പീഡ് അല്ലേ? ആരാ പറഞ്ഞേ? വെരി ഗുഡ്. ഭയങ്കര സ്പീഡിലാണ് മനുഷ്യർ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു ചെറിയ പതിപ്പാണത്. ഭയങ്കര സ്പീഡാണ്, എല്ലാത്തിനും ഭയങ്കര സ്പീഡാണ്. ആളുകൾ വളരെ സ്പീഡായിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോലി കഴിഞ്ഞ ഉടനെ അടുത്ത ജോലി, പൈസ സമ്പാദിച്ചു കഴിഞ്ഞാൽ അടുത്ത ബാങ്കിൽ ഇടാനായിട്ടുള്ള ഓട്ടം, ഇങ്ങനെ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന ആൾക്കാർ വളരെ സ്പീഡില്ല. തിരക്ക് എല്ലാവർക്കും ചോദിച്ചാലും തിരക്കിലാണ്. അതുപോലെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റംസൊക്കെ ഒത്തിരി ഫാസ്റ്റായിട്ടുണ്ട്. നോക്കിക്കേ, പണ്ട് കാളവണ്ടിയിലും കുതിരവണ്ടിയിലും ഒക്കെ പോയിക്കൊണ്ടിരുന്ന നമ്മളിപ്പോൾ എങ്ങനെയൊക്കെയാണ് ട്രാവൽ ചെയ്യുന്നത് നോക്കിക്കേ. എന്തൊരു സ്പീഡിലുള്ള, എനിക്കിതിൻ്റെ ഒന്നും പേരറിയത്തില്ല, ബൈക്കിൻ്റെ ഒന്നും, ബൈക്ക്, എയ്റോപ്ലെയിൻ എല്ലാം യൂസ് ചെയ്ത് വളരെ സ്പീഡിൽ ആൾക്കാർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ചെടുക്കണം. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക്, ഇപ്പം ഞങ്ങൾക്ക് പാലാരിവട്ടത്തു നിന്ന് ഇവിടം വരെ എത്താൻ ബ്ലോക്കിലെല്ലാം കൂടെ കടന്ന് ഒരു 40-45 മിനിറ്റ് എടുക്കും. ഈ മെട്രോ ഒക്കെ വന്നു കഴിഞ്ഞാൽ 10 മിനിറ്റിൽ തൃപ്പൂണിത്തുറയിൽ എത്താമെന്നാണ് പറയുന്നത്. എന്തൊരു സുഖമായിരിക്കും. ആൾക്കാർക്ക് സ്പീഡ് വേണം അല്ലേ? അതുപോലെ ഭയങ്കര സ്പീഡിലാണ് കമ്മ്യൂണിക്കേഷൻ ഇന്നത്തെ. പെട്ടെന്ന് നമുക്ക് വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യാം. ഞാൻ ഓർക്കുന്നു, ഞാൻ എൻ്റെ കൊച്ചിലെ ഞങ്ങളുടെ അങ്കിളിൻ്റെ അമേരിക്കയിൽ നിന്നുള്ള എഴുത്തൊക്കെ വരുമ്പോഴത്തേക്ക് ദിവസങ്ങളൊക്കെ എടുക്കും അതൊക്കെ വരാനായിട്ട്. പക്ഷേ ഇന്ന് എൻ്റെ സിസ്റ്റർ കാനഡയിലുണ്ട്. എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം തോന്നിയാൽ എടുത്തൊന്ന് കുത്തിയാൽ മതി, അവളെ എനിക്ക് സംസാരിക്കാം. ഇനി അവളുടെ മുഖം എനിക്കൊന്ന് കാണണം തോന്നിയാൽ സ്കൈപ്പിൽ വന്നാൽ മതി, അവളോട് എനിക്ക് കണ്ട് സംസാരിക്കാം. എന്തൊരു ഫാസ്റ്റാണ് കമ്മ്യൂണിക്കേഷൻ അല്ലേ? വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇനി 3G കഴിഞ്ഞ് ഇപ്പോൾ 4G ഒക്കെ ആയെന്നാണ് പറയുന്നത്, കേൾക്കുന്നത്. ഇനി ഫാസ്റ്റ്, അത് കഴിഞ്ഞിട്ട് വേറെ സംഭവങ്ങളുണ്ട്. അടുത്തത് ഫാസ്റ്റ് ഫുഡിൻ്റെ കാലമാണ്. എന്ത് പെട്ടെന്നാണ് ഭക്ഷണമൊക്കെ കിട്ടുന്നത്. കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ചിന്തിച്ചു. അവിടെ നോക്കിയപ്പോൾ ഒരു ഇടിയപ്പത്തിൻ്റെ പാക്കറ്റ് കണ്ടു. അതിലിങ്ങനെ എഴുതിയേക്കുന്നു, ഇത് കൊണ്ടുപോയി വെറുതെ തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് പൊക്കിയെടുത്താൽ മതി, ഇടിയപ്പം റെഡിയെന്ന്, നല്ല രുചിയുള്ള. ഞാനപ്പോൾ ചിന്തിച്ചു, എൻ്റെയൊക്കെ കൊച്ചിലെ മമ്മിയൊക്കെ ഇടിയപ്പം ഉണ്ടാക്കുമ്പം തലേ ദിവസമേ പണി തുടങ്ങും. അരി എടുത്ത് കഴുകി വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്ത് പിന്നെ അത് പൊടിച്ച് വറുത്ത് പിന്നെ അതിലിട്ട് കറക്കി, അതൊരു ചടങ്ങായിരുന്നു. ഇപ്പം ഇടിയപ്പം വെള്ളത്തിലെടുത്ത് പൊക്കിയെടുത്ത് തിന്നുക. വേറെ നോക്കിയപ്പോഴത്തേക്ക് ചിക്കൻ കറി, മറ്റേത് ചിക്കൻ കറി വെക്കുമ്പോൾ എല്ലാവരും കൂടെ വീട്ടിൽ കൂടി എന്തൊരു ഇതാണ്. ഇത് പാക്കറ്റ് പൊട്ടിക്കുക, ഒഴിക്കുക, ചിക്കൻ കഴുകി ഇടുക, 2 വിസിൽ അടുപ്പിക്കുക, ചിക്കൻ കറി റെഡി, നല്ല സ്വാദുള്ള. ഇങ്ങനെ ഭയങ്കര സ്പീഡാണ്, എല്ലാവർക്കും സ്പീഡിൽ കിട്ടണം. ഇങ്ങനെ സ്പീഡിൽ കിട്ടുന്ന ഭക്ഷണത്തിന് അമ്മ വെക്കുന്ന ചമ്മന്തിയുടെ വയറിൻ്റെ ആ രുചിയാണ്. എന്തൊരു രുചിയാണ് ഇതിനെന്ന് പറയുന്നത്. ഓക്കെ, ഫാസ്റ്റായിട്ട് എല്ലാവർക്കും എല്ലാം പെട്ടെന്ന് കാര്യങ്ങൾ നടത്തണം. ആരുടെയും കുറ്റമല്ല, ലോകം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ മംഗൾയാൻ ചെന്നു അല്ലേ? മംഗൾയാൻ പോയ സ്പീഡ് കഴിഞ്ഞ ദിവസം ജോബി പറയുന്നത് കേട്ടോ, 1 സെക്കൻഡിൽ 20 കിലോമീറ്ററാണ് മംഗൾയാൻ യാത്ര ചെയ്യുന്നത്. ഒറ്റ സെക്കൻഡിൽ 20 കിലോമീറ്റർ. ഓക്കെ, എന്തൊരു സ്പീഡാണ്. അപ്പം സ്പീഡിനെ ഒന്നും നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ലോകം ഇനി അങ്ങനെ പോവുകയുള്ളൂ. പക്ഷെ നമ്മൾ വിചാരിക്കും ഇതിനൊക്കെ ഭയങ്കര സ്പീഡാണ്. പക്ഷെ ഇതിനേക്കാളൊക്കെ വേഗത്തിൽ പോകുന്ന ഒരു കാര്യമുണ്ട് ഈ ലോകത്തിൽ. എന്താണെന്നറിയാമോ? ടൈം, സമയമാണ് ഏറ്റവും സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഏറ്റവും സ്പീഡിൽ ഇത് പോയിക്കൊണ്ടിരിക്കാൻ നമ്മളിത് തിരിച്ചറിയുന്നില്ല. ഇന്ന് ഡേറ്റ് എത്രയാ? 2014. പിള്ളേർ പറഞ്ഞേ, അറിയാവോ നോക്കട്ടെ. ഒക്ടോബർ 5 ഇന്ന്. ഓക്കെ, 2 ഫോട്ടോസ് അരുൺ കാണിക്കും. ഒന്ന് കാണിച്ചായിരുന്നേ. ഇത് നിങ്ങൾ ഓർക്കുന്നുണ്ട്? ഇതെപ്പം നടന്നതാ? കഴിഞ്ഞ ന്യൂ ഇയർ സെലിബ്രേഷൻ അല്ലേ? എന്താ 2013 ഡിസംബർ 31 നമ്മളിവിടെ ആഘോഷിച്ചു. 2014 വെൽക്കം ചെയ്തു. കഴിഞ്ഞ ദിവസം ഞാനിരുന്ന് ചിന്തിച്ചപ്പോഴത്തേക്ക് എത്ര പെട്ടെന്ന്, ഇനി 3 മാസം ഇല്ല, അതിനു മുമ്പ് അടുത്ത ന്യൂ ഇയർ 2014 തീർന്ന് 2015 കയറാൻ പോവുക. ഇത്രയും സ്പീഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ, പക്ഷെ അത് തിരിച്ചറിയുന്നില്ല. ഓക്കെ, ഇത്രയും സ്പീഡ് ടൈമിൻ്റെ പ്രത്യേകതയാണ്. വളരെ വേഗത്തിൽ അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ പലപ്പോഴും പറയുന്നത് കേൾക്കാറുണ്ട്. വാച്ച് നോക്കി അസ്വസ്ഥരായിക്കൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്, എനിക്കൊന്നിനും സമയം
തികയുന്നില്ല. ഇങ്ങനെ കണ്ടിട്ടില്ലേ പറയുന്നത്, എനിക്കൊന്നിനും സമയം തികയുന്നില്ല, എത്ര കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, എനിക്കത് ചെയ്ത് തീർക്കുവാനായിട്ട് പറ്റുന്നില്ല എന്ന ആളുകൾ എപ്പോഴും കംപ്ലൈൻറ്റ് പറയുന്നത് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ രാത്രി ആകുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ളവർക്ക് അസ്വസ്ഥതയാണ്. രാവിലെ മുഴുവൻ അധ്വാനിച്ചു, എന്നാൽ കുറേ കാര്യങ്ങൾ ചെയ്തു, പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റിയില്ല, എന്തോ ഒരു തൃപ്തിക്കുറവ്. ഓക്കെ, ഒന്ന് നോക്കിക്കേ, പലപ്പോഴും രാത്രി ആകുമ്പോഴത്തേക്ക് അസ്വസ്ഥതയുണ്ട്. രാവിലെ തൊട്ട് രാത്രി വരെ പണിയെടുക്കുമായിരുന്നു, പക്ഷേ എന്തോ ചെയ്ത് തീർത്തില്ല എന്നുള്ള ഒരു തോന്നൽ ആളുകളുടെ മനസ്സിൽ. ഈ സമയത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. സമയം വേഗത്തിൽ പോവുക മാത്രമല്ല കേട്ടോ ചെയ്യുന്നത്, ബാക്കി എന്ത് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടാലും നമുക്കത് തിരിച്ചു പിടിക്കാൻ സാധിക്കും. നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ കുറച്ച് ചികിത്സ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാൻ സാധ്യതയുണ്ട്. പണം നഷ്ടപ്പെട്ടാലും കുറച്ച് ജോലി ചെയ്താൽ അല്ലെങ്കിൽ പുതിയ ബിസിനസ് ചെയ്താൽ അത് തിരിച്ചു പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. എന്നാൽ പോയ സമയം തിരിച്ചു പിടിക്കാൻ ഇന്നേ വരെ ലോകത്തിൽ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. 2014 ഒക്ടോബർ 4 ഇന്നലത്തെ ദിവസമായിരുന്നു. ഇന്നലെ നമ്മൾ ജീവിച്ചു, പക്ഷേ ഇനി ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ആ ദിവസം കിട്ടുമോ? എത്ര ശ്രമിച്ചാലും കിട്ടില്ല. 2014 ഒക്ടോബർ 5 ഈ പ്രഭാതം ഇപ്പോൾ നമ്മൾ ആസ്വദിക്കുന്നു. ഇതിനി നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് തിരിച്ച് കിട്ടത്തില്ലെന്നും കൂടെ മനസ്സിലാക്കണം. അപ്പം സമയം വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സമയത്തിൽ തങ്ങൾ ചെയ്തിട്ടുള്ള കാര്യത്തിൽ സംതൃപ്തരായിട്ട് വളരെ കുറച്ച് ആളുകളെ മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആദാം തൊട്ട് ഇന്ന് വരെ ഈ ഭൂമിയിൽ ജനിച്ചു വീണ സകലർക്കും ദൈവം സമയം ഒരേ അളവിലാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണോ എന്ന് ചിന്തിക്കാം. ആദാമിന് ഒരു ദിവസം എത്ര മണിക്കൂർ ഉണ്ടായിരുന്നു? ഒരു ദിവസം എത്ര മണിക്കൂർ കിട്ടി? 24 മണിക്കൂർ കിട്ടി അല്ലേ? ഒരു ദിവസം 24 മണിക്കൂർ കിട്ടി. ഒരാഴ്ചയിൽ എത്ര മണിക്കൂർ കിട്ടി? 168. 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തതാ 168 മണിക്കൂറും കിട്ടി. ഇന്നും നമുക്ക് എത്രയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ഒരു ദിവസം 24 മണിക്കൂർ കിട്ടുന്നുണ്ട്, ഒരാഴ്ചയിൽ 168 മണിക്കൂറും കിട്ടുന്നുണ്ട്. ഇനി ഞാൻ പറയാം, US പ്രസിഡൻ്റ് ആയിട്ടുള്ള ആരാ? ബറക് ഒബാമയ്ക്കും ഒരു ദിവസം 24 മണിക്കൂർ കിട്ടുന്നുണ്ട്, ഒരാഴ്ചയിൽ 168 മണിക്കൂർ കിട്ടുന്നുണ്ട്. നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രിക്കും എത്ര കിട്ടുന്നുണ്ട്? 24 മണിക്കൂർ കിട്ടുന്നുണ്ട്, ഒരു ദിവസം 168 മണിക്കൂർ ഒരാഴ്ചയിൽ കിട്ടുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും ഇതേ അളവിൽ തന്നെയാണ് സമയം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ദൈവം എല്ലാവർക്കും, വളരെ തിരക്കുള്ളവർക്കും തിരക്കില്ലാത്തവർക്കും ഒരേ സമയം കൊടുത്തിരിക്കുന്നത്? പ്രശസ്തരായവർക്കും സാധാരണക്കാർക്കും ഒരേ സമയമാണ് കൊടുത്തേക്കുന്നത്. കറുത്തവനും വെളുത്തവനും ഒരേ സമയമാണ് കൊടുത്തേക്കുന്നത്. ആഫ്രിക്കക്കാരനും ഇന്ത്യക്കാരനും അമേരിക്കക്കാരനും ഒരേ സമയമാണ് കൊടുത്തേക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറയാം, ഗോഡ് ഈസ് പെർഫെക്റ്റ്. ദൈവത്തിൻ്റെ ഒംനിഷ്യൻസിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സർവ്വജ്ഞാനത്തിന് ദൈവത്തിന് അറിയാം ഒരു മനുഷ്യന് ഒരു ദിവസം ആവശ്യമുള്ളത് എത്ര മണിക്കൂറാണ്? 24 മണിക്കൂർ. അത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടൈമിംഗ് ആണ്. അത്രയുമാണ് ഒരു മനുഷ്യന് ആവശ്യം. അതിൽ കൂടുതലും വേണ്ട, കുറച്ചും വേണ്ട. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് സമയം തികയുന്നില്ല എന്ന് പറയുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വളരെ സ്ട്രെസ്സിലാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഓർ ഇഫ് യു ഫീൽ ദാറ്റ് വി ആർ പ്രഷേർഡ് by time, 2 കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, we are doing wrong things. ചില തെറ്റായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്ക് കയറി വരുന്നുണ്ട്. ഒന്നാമത്തെ റീസൺ എന്താ? we are doing wrong things. ചില തെറ്റായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് സമയം തികയാത്തത്. അല്ലെങ്കിൽ we are doing right things the wrong way. ശരിയായ കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്നത്, പക്ഷെ തെറ്റായ രീതിയിലായിരിക്കും നമ്മളത് ചെയ്യുന്നത്. ഒന്ന് പറയാമോ? ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, പക്ഷെ തെറ്റായ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് സമയം തികയുന്നില്ല എന്ന് വരും. അപ്പം ആദ്യം ഞാൻ പറഞ്ഞു തെറ്റായ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരാമെന്ന്. ഓക്കെ, ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം, അത് മനസ്സിലാക്കി തരുവാൻ വേണ്ടി. ഒരു പത്രത്തിലൊരു റിപ്പോർട്ട് ഇങ്ങനെ വായിച്ചു. ഒരു ആവറേജ് മലയാളി വീട്ടമ്മ, എല്ലാവരുമല്ല, സാധാരണ ഒരു മലയാളി വീട്ടമ്മ ഒരു ദിവസം എത്ര മണിക്കൂർ TV കാണുമെന്നറിയാമോ? ന്യൂസല്ല കേട്ടോ, സീരിയൽ കാണാനായിട്ട് എത്ര സമയം എടുക്കും ഒരു സാധാരണ മലയാളി വീട്ടമ്മ? ഊഹിക്കാമോ? 2 മണിക്കൂറാണോ മോനെ? ഓക്കെ, അതിൽ പറഞ്ഞത് 3 മണിക്കൂർ എടുക്കുന്നു എന്നാണ്. ഓക്കെ, രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രിയൊക്കെ ആയിട്ട് 3 മണിക്കൂർ സാധാരണ. അതിൽ കൂടുതൽ എടുക്കുന്നവരുണ്ട്, കുറച്ച് എടുക്കുന്നവരുണ്ട്. TV കാണുന്നതിനൊന്നും ഞാൻ തെറ്റല്ല കേട്ടോ, അല്ല എതിര് ഉള്ള ആളല്ല. പക്ഷേ ഇത്രയും സമയം ഒരു വീട്ടമ്മ
ഇങ്ങനത്തെ സോപ്പ് സീരിയൽസ് കാണാനായിട്ട് സമയം ചെലവഴിക്കുന്നുണ്ട്. ഓക്കെ, വീട്ടമ്മമാരെ മാത്രം പറഞ്ഞപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട. നമ്മുടെ മലയാളി അച്ചായന്മാർ സാധാരണ, എല്ലാവരും അല്ല കേട്ടോ, നിങ്ങളെപ്പോലെ സാധാരണ മലയാളി അച്ചായന്മാർ സംസാരിച്ചെത്ര സമയം കളയുന്നുണ്ടെന്നറിയാമോ? 2 മണിക്കൂറും കളയുന്നുണ്ട് ഒരു ദിവസം. എപ്പോഴും കുറ്റം പറയാറുള്ള സ്ത്രീകളെ. പക്ഷേ ആ ഒരു സർവേ നടത്തിയതിൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ സമയം കളയത്തില്ല. ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടില്ല, ഇങ്ങനെ നാട്ടുകവലയിലൊക്കെ ഇങ്ങനെ വഴിവക്കിലൊക്കെ നിന്ന് സംസാരിച്ച് ആവറേജ് അത് കൂട്ടിയപ്പോഴത്തേക്ക് ഏകദേശം 2 മണിക്കൂർ കാര്യമല്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് സമയം, അവിടുത്തെ കാര്യം ഇവിടുത്തെ കാര്യം ഒക്കെ സംസാരിച്ച് സമയം കളയുന്നുണ്ട്. ഇനി നോക്കിക്കേ, ഇനിയാണ് സമയം കളയാൻ മാർഗങ്ങൾ. ഇപ്പോഴാണെങ്കിൽ പുതിയ തലമുറയാണ്. എന്തൊക്കെയാണ് ഇതൊക്കെ പറഞ്ഞ മക്കളെ? സ്മാർട്ട് ഫോൺ, ഫേസ്ബുക്ക്, ചാറ്റിംഗ് എല്ലാം ആവശ്യമാണ് കേട്ടോ. നമ്മൾ നാട് ഓടുമ്പോൾ നടുവേ ഓടണം, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഞാനിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് ആവശ്യമുള്ളതിലും കൂടുതൽ എടുക്കുന്ന ആ സമയത്തെക്കുറിച്ചാണ്. അത് നമുക്ക് ആരെയും വിധിക്കാൻ പറ്റില്ല, അവരോർക്കേ അറിയത്തുള്ളൂ. ഞാൻ ആവശ്യത്തിൽ കൂടുതൽ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ചിന്തിച്ച് നോക്കുക. ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആവശ്യത്തിൽ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, വാട്സാപ്പിൽ അതിൽ കൂടുതൽ സമയം കളയുന്നുണ്ടോ? ചാറ്റ് ചെയ്ത് വെറുതെ ആവശ്യമില്ലാതെ സമയം കളയുന്നുണ്ടോ? സമയം കളയുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇനി ഇതിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യമായിട്ട് ബൈബിളിൽ നിന്നൊരു വാക്യം ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. സമയം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു വാക്യം. സങ്കീർത്തനം 90:10. സങ്കീർത്തനം 90:10. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോകുകയും ചെയ്യുന്നു. ഓക്കെ, എനിക്കിതിൻ്റെ ഫസ്റ്റ് പാർട്ട് നോക്കിയാൽ മതി. ഓക്കെ, ദൈവപുരുഷനായ മോശ എഴുതിയ സങ്കീർത്തനമാണ്. മോശ പറയുകയാണ്, ഞങ്ങളുടെ ആയുഷ്കാലം എത്ര സംവത്സരം വരും? 70, ഏറെയായാൽ 80 സംവത്സരം. ഓക്കെ, നമുക്കറിയാം. ഓക്കെ, 70 മുതൽ 80 സംവത്സരം. സാധാരണ മനുഷ്യന് വേദപുസ്തകം പറയുന്നു ഇത്രയൊക്കെ സമയമായിരിക്കും ജീവിച്ചിരിക്കുക. എത്ര വരും? 70 സംവത്സരം. ഇനി ഏറിപ്പോയാൽ 80. എന്നാൽ ഇത് സ്ട്രെച്ചബിൾ ആട്ടോ. ചിലർ 30 വയസ്സിൽ മരിക്കാറുണ്ട്, 20 വയസ്സിൽ മരിക്കുന്നവരുണ്ട്, 40, 50 മരിക്കുന്നവരുണ്ട്. ഇനി 80 വയസ്സ് കഴിഞ്ഞ് ദൈവാനുഗ്രഹിച്ചാൽ ജീവിക്കുന്നവരുണ്ട്, 90, 100. നമുക്കറിയാം മോശ 120 വയസ്സ് വരെ ജീവിച്ചിരുന്നു. അത് സ്ട്രെച്ചബിളാണ്. എന്നാലും ഒരു ആവറേജ് എടുക്കുമ്പോൾ ആൾക്കാർ ജീവിക്കുന്ന പ്രായമാണ് 70, ഏറെയായാൽ 80. എന്നൊക്കെ നമുക്കറിയത്തില്ല നമ്മൾ എത്ര കാലം നമ്മൾ ജീവിച്ചിരിക്കുമെന്ന്. പക്ഷേ ഏകദേശം ഇത്രയൊക്കെ ആയിരിക്കും വരുന്നത്. ഇനി എത്ര വയസ്സ് വരെ ജീവിച്ചിരുന്നാലും, 5 വയസ്സാണേലും 10 വയസ്സാണേലും 20 വയസ്സാണേലും 30 ആണേലും 40 ആണേലും 70 ആണേലും 80 ആണേലും 100 ആണേലും ഒരു വിശ്വാസി എത്ര കാലം ജീവിക്കുന്നു നമ്മൾ വിചാരിക്കും ഇതെൻ്റെ സ്വന്തം ജീവിതമാണെന്ന്. എന്നാൽ വേദപുസ്തകം എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു വിശ്വാസിയായി കഴിഞ്ഞാൽ ഈ ജീവിതം നമ്മുടെ സ്വന്തമല്ല, ഇത് മറ്റൊരാൾക്കും കൂടെ അവകാശപ്പെട്ടതാണ്. 1 കൊരിന്ത്യർ 6:19, 20 വാക്യങ്ങൾ. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ദൈവവചനം പറയുന്നു, ഒരു രക്ഷിക്കപ്പെട്ട വിശ്വാസിയെ എന്ത് ചെയ്തിരിക്കുക? ദൈവം വിലയ്ക്ക് വാങ്ങിയതാ, നമ്മളെ മേടിച്ചതാ. ഇനി ഇത് നമ്മുടെ സ്വന്തമല്ല. ഈ ജീവിതം, നമ്മുടെ ശരീരം, നമ്മുടെ സമയം, നമുക്കുള്ള കഴിവുകൾ, നമുക്കുള്ള സമ്പത്തുകൾ, ഇതൊന്നും എൻ്റെ മാത്രമല്ല. ഇത് ആരുടെയാ? ദൈവത്തിൻ്റെയാണ്. നമ്മൾ അത് മനസ്സിലാക്കണം. ഒരു വിശ്വാസിയുടെ സമയം എന്ന് പറയുന്നത് അതാരുടെയാ? ദൈവത്തിൻ്റെ സമയമാണ്. എനിക്കിഷ്ടമുള്ളതുപോലെ ഇത് ജീവിച്ച് തീർക്കുക സാധ്യമല്ല. 1 കൊരിന്ത്യർ 4:2 വായിക്കാമായ. അതിനു മുമ്പ് ഞാൻ പറയട്ടെ, ദൈവവചനം ഓരോ വിശ്വാസിക്കും നൽകുന്ന ഒരു പേരുണ്ട്, ഗ്രഹവിചാരകന്മാർ അല്ലെങ്കിൽ സ്റ്റുവേർഡ്സ്. ദൈവം നമ്മളെ കുറേ താലന്തുകൾ, കഴിവുകളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ ജീവിതത്തിൽ. നമുക്ക് അങ്ങനെ തന്നേക്കുന്ന ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു താലന്താണ് നമുക്ക് തന്നേക്കുന്ന ഈ ആയുഷ്കാലത്തിലെ സമയം എന്ന് പറയുന്നത്. നമ്മൾ എത്ര വർഷം ജീവിക്കുന്നു? 60 വയസ്സ് വരെ ജീവിക്കുന്ന അല്ലെങ്കിൽ 70 വയസ്സ് വരെ ജീവിക്കുന്ന വ്യക്തിക്ക് ദൈവം ദാനമായിട്ട് നൽകുന്ന ഒരു ഗിഫ്റ്റാണ് ആ സമയം. അത്രയും വർഷങ്ങൾ ജീവിക്കാനുള്ള ഒരു താലന്ത് തരികയാണ്. അത് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, ഓരോ ദിവസവും നമ്മൾ അതെങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്ന് നമ്മൾ കണക്ക് കൊടുക്കേണ്ടതാണ്. നമ്മളത് വിശ്വസ്തരായിട്ട് അത് ചെയ്യേണ്ടതാണ്. 1 കൊരിന്ത്യർ 4:2.
ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. നമ്മൾ എങ്ങനെയായിരിക്കണം? ഗ്രഹവിചാരകന്മാരാണ് നമുക്ക് ദൈവം തന്നിട്ടുള്ള ഇന്നൊരു ദിവസം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഒക്ടോബർ 5 തന്നിട്ടുണ്ട്. ഈ ദിവസം ഞാൻ എങ്ങനെ അത് സ്പെൻഡ് ചെയ്തു എന്നുള്ളത് ഞാനത് കണക്ക് കൊടുക്കേണ്ടതാണ്. ഏത് വിശ്വസ്തമായിട്ട് അത് ചെയ്തോ, അത് വെറുതെ ഉഴപ്പിക്കളഞ്ഞോ, എനിക്ക് തോന്നിയതുപോലെ ജീവിച്ചോ, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പോയോ, ഇതെല്ലാം ഞാൻ ഒരു ദിവസം അവിടെ കണക്ക് കൊടുക്കണം. ഓക്കെ, ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നോ, നമ്മൾ വിശ്വസ്തരായിട്ട് നമ്മുടെ സമയം ചെലവഴിക്കണം. ഒരു വാക്യം കൂടെ വായിക്കാം, സങ്കീർത്തനം 39:4. ഇത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇതാരെയും ഭയപ്പെടുത്താനായിട്ട് ഞാൻ പറയുകയല്ല, പക്ഷേ ജീവിതത്തിലെ ഒരു യാഥാർത്ഥ്യമാണ് ഇതെന്ന് മനസ്സിലാക്കുക. യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഒരു ദൈവഭക്തന്റെ പ്രാർത്ഥനയാ. യഹോവേ, ഒന്ന് ഒരുമിച്ച് വായിച്ചേ. എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ. നമ്മൾ പലപ്പോഴും ഈ ഒരു കാര്യം ചിന്തിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുന്നത് ഈ ഭൂമിയിൽ എനിക്ക് അവസാനമില്ല, എന്നും ഞാൻ ഈ ലോകത്തിലുണ്ടാവും, ഞാൻ ഈ തൃപ്പൂണിത്തുറയിൽ ഇങ്ങനെ നടക്കുന്നുണ്ടാവും എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ ദൈവഭക്തൻ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ എത്ര ക്ഷണികൻ, ഇന്ന് കാണുന്നത് പോലെ ആയിരിക്കില്ല നാളെ എന്ന് തിരിച്ചറിയുവാനുള്ളൊരു ബുദ്ധി എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തനം 90:12 ദേവദാസൻ പ്രാർത്ഥിക്കുന്നത് നോക്കിക്കേ. ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഒരുമിച്ചൊന്ന് നമുക്ക് വായിക്കാം. നല്ല ജ്ഞാനമുള്ളൊരു ഹൃദയം നമുക്ക് വേണം. ഓക്കെ, നമ്മൾ ദൈവത്തോട് പറയാൻ പോവുകയാണ്. പറഞ്ഞേ, ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കും, ഞങ്ങളുടെ നാളുകൾ ഉള്ളത് നന്നായി ജീവിക്കണമെന്ന ആഗ്രഹത്തോടെ ജീവിക്കാനായിട്ട് ആ തിരിച്ചറിവുണ്ടായെങ്കിലേ അത് സാധിക്കത്തുള്ളൂ. ഇങ്ങനെ പറയാറുണ്ട്, നമ്മളുടെ ഒരു ഭാര്യയും ഭർത്താവും കൂടെ ജീവിക്കുമ്പോഴത്തേക്ക് ഇന്ന് അറിയുകയാണ് ഇത് ഇന്നത്തെ ഞങ്ങളുടെ അവസാനത്തെ ദിവസമാണെന്ന് മനസ്സിലാവുകയാണെങ്കിൽ എത്ര നന്നായി നമ്മൾ ജീവിക്കും. അന്ന് നമ്മൾ വഴക്ക് പിടിക്കാൻ പോകുമോ? നാളെ ഭാര്യയോ ഭർത്താവോ ഒരാൾ മരിക്കാൻ പോവുകയാണെന്ന് നമ്മൾ അറിയുകയാണെങ്കിൽ നമ്മൾ എത്ര സ്നേഹത്തോടെ ആയിരിക്കും അയാളോട് പെരുമാറുന്നത്, എത്ര കരുതലോടെ ആയിരിക്കും പെരുമാറുന്നത്, എത്ര നല്ല വാക്കുകളായിരിക്കും പറയുന്നത്. നമുക്കറിയില്ല ഇന്നോ നാളെയോ നമ്മൾ എല്ലാവരും ഉണ്ടാവുമെന്ന്. പക്ഷേ ഓരോ ദിവസത്തെയും നാളുകളെ എണ്ണി എണ്ണി ജീവിക്കുവാൻ പഠിക്കണം. നാളെ നമ്മൾ ഈ ഭൂമിയിലില്ലെങ്കിൽ എന്നെ ദൈവം ഏൽപ്പിച്ച ജോലികളെല്ലാം ഇന്ന് വരെ ഞാൻ ചെയ്തു തീർത്തോ? എല്ലാ ദിവസവും ഇത് ചോദിക്കണം. ഇത് ഒരു മൂഢൻ്റെ അല്ല, ജ്ഞാനിയുടെ ലക്ഷണമാണ്. വൈകുന്നേരം ആകുമ്പോൾ ചോദിക്കണം, കർത്താവേ, ഇന്ന് എനിക്ക് ദൈവം തന്ന ദിവസം ഏറ്റവും ജ്ഞാനത്തോടെ ഞാൻ ജീവിച്ചോ? മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിട്ട് ഞാൻ ജീവിച്ചോ? ദൈവത്തിന് പ്രസാദപരമായ ഒരു ജീവിതമാണോ ഞാൻ ജീവിച്ചത്? എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ ഭർത്താവിന്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, എൻ്റെ സഭയിലുള്ളവർക്ക് ഞാനൊരു അനുഗ്രഹമായിരുന്നോ? അതോ ഞാൻ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയോ? ജ്ഞാനിയുടെ ലക്ഷണമാണ് ഇതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക. അന്ന് ജീവിതത്തെ തിരിച്ചറിയുവാനുള്ള ജ്ഞാനം നമുക്കുണ്ടാകട്ടെ. ഇവിടെ പറയുന്നു, നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന്. നമുക്കൊന്ന് നാളുകളൊന്ന് എണ്ണുന്നത് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. ഒരു ചെറിയ ഇത് ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം, ഒരു വർഷത്തിൽ എത്ര ദിവസം? 365 ദിവസം. ഇനി ലീപ്പ് ഇയർ ആണെങ്കിൽ 366 കിട്ടും. അതിനെ ഞാൻ അങ്ങ് കളയുകയാണ്. ഓക്കെ, ഒരു വയസ്സായ കുട്ടി എത്ര ദിവസം ജീവിച്ചിട്ടുണ്ട്? ഒരു വയസ്സായ കുഞ്ഞ് 365 ദിവസം ജീവിച്ചു എന്ന് നമുക്ക് ചിന്തിക്കാം. 5 വയസ്സായ കുട്ടി, ഇവിടെ ആരാ? ദാനിയേലുണ്ട്. ദാനിയേൽ എത്ര ദിവസം ജീവിച്ചെന്നറിയാമോ? 1825 ദിവസം ദാനിയേൽ ജീവിച്ചിട്ടുണ്ട്. ഇൻറ്റു ചെയ്താൽ മതി കേട്ടോ, ഇൻറ്റു 365 ചെയ്താൽ മതി. ഓക്കെ, 10 വയസ്സായത് ആരൊക്കെയാ? 10 വയസ്സായത് ഇവിടെ ഇരിക്കുന്നവർ. നിങ്ങൾ എത്ര ദിവസം ജീവിച്ചെന്നറിയാമോ? ഇപ്പം എബ്രാമേ 3650 ദിവസം എബ്രാം ഇവിടെ ജീവിച്ചു. ഓക്കെ, ആദിത്യൻ ജീവിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി 20 ഇയേഴ്സ് ആയ വ്യക്തി, 20 വയസ്സായവരാരുണ്ട് ഇവിടെ? ഓക്കെ, എത്ര ദിവസമായെന്നറിയാമോ? 7300 ദിവസമായി ഈ ഭൂമിയിൽ വന്നിട്ട്. ഓക്കെ, 30 വയസ്സായ ആൾ എത്രയായെന്നറിയാമോ? 10,950. ഇനി 40 ഡേയ്സ് ആയ വ്യക്തി എത്രയായെന്നറിയാമോ? 40 ഇയേഴ്സ് ആയ 40 വയസ്സായ വ്യക്തികൾ, 40 വയസ്സും അതിന് മുകളിലുള്ളവരൊന്ന് കൈവക്കാവോ? ഇത്രയും ദിവസം ഇവിടെ കഴിഞ്ഞു കേട്ടോ, 14,600. ഇനി 50 വയസ്സായവർ എത്രയാണെന്നറിയാവോ?
17,250. എൻ്റെ അമ്മോ, ഇത്രയും ദിവസമായി ഇവിടെ വന്നിട്ട് ഭൂജാതനായിട്ട്. ഓക്കെ, ഇനി നിങ്ങളുടെ ഏജ് എത്രയാണോ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കോളൂ. വേഗം പിള്ളേരൊക്കെ ഭയങ്കര മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ കിടന്നു. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. 3 വെരി സോറി, 18,250 ആണെന്ന് സ്റ്റീവ് പറയുന്നു. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ടേക്ക്. ഓക്കെ ഓക്കെ, എന്തായാലും ഇത്രയൊക്കെ വന്നു. ഓക്കെ ആണോ? 50 into 365 അൺഷുവർ ആണോ? ഓക്കെ, അപ്പം നമ്മൾ ഇനി ആലോചിച്ച് നോക്കാൻ പോവുകയാണ്. ഇനി 50 വയസ്സായ വ്യക്തിക്ക് 80 വയസ്സ് വരെ ജീവിക്കുമെന്ന് വിചാരിക്കുക. 50 വയസ്സായ വ്യക്തി 80 വയസ്സ് വരെ ജീവിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുക. ഇനി എത്ര വർഷം ബാക്കിയുണ്ട്? 30 വർഷം ബാക്കിയുണ്ട്. ഇനി എത്ര ദിവസം ബാക്കിയുണ്ടെന്നറിയാമോ? അയാൾക്ക് 10,950 ഡേയ്സ്. ഏകദേശം ജീവിച്ചത്രയൊന്നും ഇല്ല. ബൈബിളിൻ്റെ കണക്ക് പ്രകാരം 10,950. 70ൻ്റെയും 80ൻ്റെയും ഒന്നും ഞാനിവിടെ കൂട്ടുന്നില്ല. അവരൊരു കൂട്ടി നോക്കുക. ഇനി എത്ര ദിവസം ബാക്കിയുണ്ട്? ഇത് ഒരിക്കലും ഞാൻ പറയുന്നത് പേടിപ്പിക്കാനല്ല കേട്ടോ. പക്ഷേ ബാക്കി ഒരു ദിവസം ഉണ്ടെങ്കിൽ അത് ഏറ്റവും മനോഹരമായിട്ട് ജീവിക്കാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ കണക്ക് അവതരിപ്പിച്ചത്. നമുക്ക് ആ വാക്യം ഒന്ന് പറയാം. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കേണ്ടതിന് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചറിയണം, നമ്മൾ ചിന്തിക്കണം ഇനി എത്ര നാൾ നമുക്ക് ബാക്കിയുണ്ട്. ഓക്കെ, ഈ ഏജിൻ്റെ ഇത് കാണിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ഒരു കാര്യം കൂടെ ഒന്ന് കാണിച്ചു തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതിന് പേരിട്ടേക്കുന്നത് എഫിഷ്യൻസി ഏജ് ഗ്രാഫ് എന്നാ. എഫിഷ്യൻസി ഏജ് ഗ്രാഫ്. ഓക്കെ, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇത് കണ്ട് പേടിക്കേണ്ട, പറഞ്ഞു തരാം. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കാര്യപ്രാപ്തി. നമുക്ക് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ, പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള കഴിവിനെയാണ് എന്ത് പറയുന്നത്? എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എഫിഷ്യൻസിയുടെ ആക്സസ്, ഇത് ഏജിൻ്റെ ആക്സസ്. ഓക്കെ, 10 വയസ്സ്, 20 വയസ്സ്, 30 വയസ്സ്, 40 വയസ്സ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ നോക്കുക. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അയാൾക്ക് 0 വയസ്സെന്ന് വിചാരിക്കുക. അപ്പോൾ 0 to 13 ഇയേഴ്സിൽ ആ കുഞ്ഞിൻ്റെ കാര്യപ്രാപ്തി ഉണ്ടല്ലോ കുത്തനെ ഉയരുകയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് അത് പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് കരയാൻ പഠിക്കും, ചിരിക്കാൻ പഠിക്കും, മേന്ന് വിളിക്കാൻ പറയും, പാല് ചോദിച്ച് കുടിക്കാൻ പഠിക്കും, ഇഡ്ഡലി തിന്നാൻ പഠിക്കും. അത് കഴിഞ്ഞ് അക്ഷരങ്ങൾ അത് കഴിഞ്ഞ് ഇങ്ങനെ വളരും. 1 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് പിച്ച വെക്കാൻ പഠിക്കും, അതിനു മുമ്പ് കമന്ന് വീഴാൻ പഠിക്കും. എന്തൊക്കെ പുതിയ പുതിയ കാര്യങ്ങളായി ജനിച്ചു വീഴുന്ന കുഞ്ഞ് പഠിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. എന്തൊക്കെ കാര്യങ്ങൾ, എത്ര ലാംഗ്വേജ്. ഇപ്പം 3 ഭാഷ സംസാരിക്കുന്നവർ ചുറ്റുമുണ്ടെങ്കിലും ആ കുഞ്ഞ് ആ 3 ഭാഷയും പഠിച്ചെടുക്കും. ഓക്കെ, അപ്പം 0 to 13 ഇയേഴ്സ്, 13 വയസ്സ് വരെ ഇവരുടെ ആ കാര്യപ്രാപ്തി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, എഫിഷ്യൻസി എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ഈ മുമ്പിലിരിക്കുന്ന പിള്ളേരുടെ ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന അറിയാമോ? കുത്തനെ ഉയരുകയാണ്. അതുകൊണ്ടാണ് അവാനാക്കാർ ഇവരെ തന്നെ ഫോക്കസ് ചെയ്ത് വെച്ചേക്കുന്നത്. മനസ്സിലായോ? അത്രയും എഫിഷ്യൻസി ഉള്ള സമയം. എന്ത് പഠിപ്പിച്ചാലും അവർ പഠിക്കും, എല്ലാം പുതിയതായിട്ട് പഠിക്കും. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ചിന്തിക്കുമായിരുന്നു, ജോബി മുമ്പേ പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആ വാക്യം പഠിച്ചെന്നല്ലേ, തൻ്റെ ഏകജാതനെ. ഞാനും അപ്പോൾ ചിന്തിക്കുമായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച വാക്യങ്ങളൊക്കെ അത് അലയിലുള്ളൂ. ഇപ്പോൾ പുതിയത് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ പിന്നെയും മറന്നു പോകണം അല്ലേ? എൻ്റെ മാത്രമാണോ നിങ്ങളുടെയൊക്കെയാണോ? ഓക്കെ, പ്രായമാകും തോറും നമുക്ക് ആ പണ്ട് പഠിച്ചതുപോലെ കാര്യങ്ങളെ പഠിക്കുവാനുള്ള കഴിവ് കുറയുകയാണ്. ഓക്കെ, ഇനി നോക്കിയാൽ 0 to 13 ഇത് കുത്തനെ ഉയർന്ന് ഇവിടെ ചെന്നു. ഇനി 13 വയസ്സാവുമ്പോൾ ടീനേജിലോട്ട് കയറുമ്പോൾ ഉണ്ടല്ലോ പിന്നെയും അവർക്കൊരു ഹൈക്ക് ഉണ്ടാവുകയാണ്. ഭയങ്കരമായിട്ട് പിന്നെയും കുതിച്ചുയരുകയാണ് അവരുടേത്. നമുക്കറിയാം ആ പ്രായത്തിലാണ് എന്തും ചെയ്യാനുള്ള ധൈര്യം, പുതിയ അവരുടെ അംബീഷൻസ് അവർ സെറ്റ് ചെയ്യുന്നത്, തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കുന്നത് ഒക്കെ ഈ 13 മുതലുള്ള വയസ്സിലാണ്. 13 മുതൽ 22 ആ ഒരു പ്രായമാകുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കണം എന്നില്ല, എന്നാലും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഭയങ്കര കാര്യപ്രാപ്തിയായിരിക്കും, എന്തും എടുക്കാം. ഒരു ആനയെ വലിക്കണം എന്ന് പറഞ്ഞാൽ അതും ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു പ്രായത്തിൽ 22 വയസ്സാകുമ്പോൾ ഏറ്റവും കാര്യപ്രാപ്തിയുള്ളൊരു സമയം. എന്നാൽ 22 ഒക്കെ കഴിയുമ്പോൾ തൊട്ട് അവർ പോലും അറിയത്തില്ല കാര്യപ്രാപ്തി ഉണ്ട് എന്നുള്ളത് സത്യമാണ്. 30 വയസ്സ് വരെയൊക്കെ
നല്ല അടിപൊളിയായിട്ട് പോകും. ഈ 13-ലൊക്കെ ഉണ്ടായിരുന്ന അതേ എനർജിയൊക്കെ നിലനിർത്താൻ സാധിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? 0 to 13 ഒരു കുതിച്ചു കയറ്റം, 13 to 22 അതിനേക്കാളും വലിയൊരു കുതിച്ചു കയറ്റം, 21, 23 വയസ്സ് പ്രായക്കാരെ നിങ്ങളൊന്ന് നോക്കണം. പിടിച്ചാൽ കിട്ടത്തില്ല വീട്ടിൽ. കാര്യം എന്താണെന്നറിയാം, അപ്പനും അമ്മയും പറയാം അവൻ ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നതല്ലെന്ന്. എഫിഷ്യൻസി ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ഒട്ടും വിഷമിക്കേണ്ട. അതൊക്കെ കുറഞ്ഞു കഴിയുമ്പം അപ്പാന്ന് പറഞ്ഞ് തിരിച്ചു വരും. അതാണ് സംഭവിക്കുന്നത്. ഓക്കെ, 13 to 22, 22 to 30 കുറച്ചും കൂടെ അങ്ങോട്ട് താഴോട്ട് വരാൻ തുടങ്ങും. 30 കഴിയുമ്പോൾ തൊട്ട് അത് ആരും പറയാതെ തന്നെ അറിയാം, പണ്ട് ഞാൻ എന്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നതായി കൈവച്ച് ഇപ്പം ഒന്നും അങ്ങോട്ട് ആകുന്നില്ല. നിങ്ങളുടെ അമ്മമാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഓക്കെ, സ്റ്റെപ്പൊക്കെ ചാടി ഓടി 3 നിലയൊക്കെ കേടിക്കൊണ്ടിരുന്ന 40 വയസ്സുകാരൻ പറയാം കയറി കഴിഞ്ഞപ്പം കാലുവേദന അല്ലേ? അതെന്തുകൊണ്ടാണ്? എഫിഷ്യൻസി കുറഞ്ഞോ, നമ്മുടെ കായിക ശേഷി കുറയുന്ന. അത് പതിയെ തിരിച്ചറിയുന്നത്. പണ്ടമ്മച്ചി 40 പേര് വന്നാൽ ഒരുമിച്ച് ബിരിയാണി ഉണ്ടാക്കുമായിരുന്നു. ഈ പ്രാവശ്യം കയറി കഴിഞ്ഞപ്പോൾ പറ്റുന്നില്ല, 45 വയസ്സായി, അങ്ങോട്ട് ശരിയാവാത്തതുപോലെ അത് ഉണ്ടാക്കുന്നത് പറ്റുന്നില്ല. എല്ലാത്തിനും ഒരു എഫിഷ്യൻസി കുറഞ്ഞു കഴിഞ്ഞിരുന്നു. ഓക്കെ, 30 തൊട്ട് ഇങ്ങനെ താഴോട്ടങ്ങ് അത് പിന്നെ അങ്ങനെ പോയി അവിടെ ശവക്കുഴി വരെ അങ്ങ് പൊക്കോളും. ഓക്കെ, ഇതാണ് നമ്മുടെ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ക്രമം ദൈവം നിശ്ചയിച്ചേക്കുന്നത്. ഇത് നല്ലതിന് വേണ്ടിയാണ് ചെയ്തേക്കുന്നത്. എന്നാൽ ദൈവമക്കളായ നമുക്ക് മറ്റൊരു പ്രതീക്ഷയും കൂടെ ഉണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം പറയുന്നു, നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരുന്നു. ഓക്കെ, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അതുകൊണ്ടാണ് ചില വിശ്വാസികൾ കണ്ടിട്ടില്ല 50 വയസ്സായാലും ചെറു പറഞ്ഞു പോകണം സുവിശേഷം പറയാനായിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടും. നമ്മൾ വിശ്വാസി വന്നു കഴിയുമ്പോൾ പറയാം, ഒന്ന് ആരാധിച്ചു കഴിയുമ്പോൾ എന്തൊരു എനർജിയാ. യഹോവയെ കാത്തിരുന്നാൽ ശക്തിയെ പുതുക്കാൻ പറ്റും കേട്ടോ. ചിലപ്പോൾ 22-കാരൻ്റെയൊക്കെ ആ ഒരു എനർജി ലെവലിൽ ചെന്നിരിക്കും. അതൊരു വ്യത്യാസമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നോർമലി ഇനി എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഇതൊക്കെ സ്വതവേ താഴോട്ട് വരേണ്ടത് തന്നെയാണ്. ഓക്കെ, നമ്മൾ 2 കാര്യങ്ങൾ കണ്ടു. നമ്മുടെ നാളുകളെ നമ്മൾ എണ്ണണം. അപ്പോൾ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കിക്കണം, ഇന്നുള്ള എൻ്റെ എഫിഷ്യൻസി നാളെ ഉണ്ടാവുകയില്ല. അത് ചെറുപ്പക്കാരെ ഞാൻ അങ്ങ് അവോയ്ഡ് ചെയ്യാണ്. നമ്മൾ വലിയവരായിട്ടുള്ളവർ മനസ്സിലാക്കുക, നമ്മളുടെ ഓരോ ദിവസവും വളരെ 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 വിലപ്പെട്ടതാണ്. എന്നാൽ ചെറുപ്പക്കാരായിട്ടുള്ള ഈ കുഞ്ഞു കുട്ടികൾ ഫ്രണ്ടിലിരിക്കുന്നവർ തൊട്ട് 22, 25, 30 വയസ്സ് വരെയുള്ളവരോട് ഞാനൊരു വാക്യം നിങ്ങൾക്ക് വേണ്ടി വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 6 വരെ. അപ്പച്ചന്മാരും അമ്മച്ചിമാർക്കൊക്കെ ബലം കുറഞ്ഞു പോയി, ഞങ്ങൾക്കിപ്പോൾ നല്ല ശക്തിയാണ് എന്ന് നമ്മൾ പറയും. ഞാനും ഒരു കാലത്ത് അങ്ങനെ ചിന്തിച്ചതാണ്. പക്ഷേ നമ്മൾ ജീവിതത്തിൻ്റെ ഒരു റിയാലിറ്റി മനസ്സിലാക്കണം. എന്നും ഇതുപോലെ ആയിരിക്കില്ല ജീവിതം. അതുകൊണ്ട് ജ്ഞാനികളിൽ ജ്ഞാനി എന്നറിയപ്പെടുന്ന ശലോമോൻ രാജാവ് ചെറുപ്പക്കാർക്ക് ഒരു ഉപദേശം കൊടുത്തു. ഇപ്പം നിങ്ങൾക്ക് ഒത്തിരി ദിവസങ്ങൾ മുമ്പിലുണ്ട്, നിങ്ങളുടെ എഫിഷ്യൻസി ഒത്തിരി അധികമുണ്ട് നിങ്ങൾക്ക്. അതുകൊണ്ട് യൗവനകാലത്ത് ഞാനതിനെ ഇങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ്, ഏറ്റവും നേരത്തെ ആകാൻ പറ്റുന്ന ആ സമയത്ത് തന്നെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളണം. ഇന്ന് സൃഷ്ടാവിനെ സേവിച്ചോണം, നാളത്തേക്ക് വെക്കരുത്. ഞാൻ പ്രായമായവരോടും പറയുകയാണ്, ഇന്ന് നിങ്ങളുടെ യൗവനമാണ്. നാളത്തെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് നിങ്ങളുടെ യൗവനമാണ്. ഇന്ന് സൃഷ്ടാവിനെ ബഹുമാനിച്ചോണം, ഇന്ന് സൃഷ്ടാവിനെ ശുശ്രൂഷിച്ചോണം. ഹല്ലേലൂയ. ആ വാക്യങ്ങളൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചെല്ലാവരും കേൾക്കണം. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ കൊടുക്കുന്ന ഉപദേശം അത് ശ്രദ്ധിച്ചോളുക. ഓക്കെ, നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ചെറുപ്പക്കാർ തീരുമാനം എടുക്കണം. കർത്താവെ പ്രായമായ ശേഷമല്ല. പലപ്പോഴും ചെറുപ്പക്കാർ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇതൊക്കെ വയസ്സായവർക്കുള്ളൊരു പരിപാടിയാണ്, കുറച്ച് പ്രായമാകട്ടെ എന്നിട്ട് ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാം, സുവിശേഷ വേലയ്ക്ക് പോകാം, അങ്ങനെയൊക്കെ ചെയ്യാം എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ യൗവനകാലത്ത് ഞാനൊരു കാര്യം പറയട്ടെ, വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്ന പല ഹീറോസിനെയും യൗവനകാലത്താണ് ദൈവം ഉപയോഗിച്ച. യോസഫ്, ഡാനിയേൽ, നമുക്കറിയാം അല്ലേ, ശമൂവേൽ ബാലൻ, ഇവരൊക്കെ യൗവനകാലത്ത് തന്നെ തങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി കൊടുത്ത. മായ വായിച്ചോ. ദുർദിവസങ്ങൾ വരികയും എനിക്കിഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പേ തന്നെ. ഓക്കെ, അതായത് നമ്മൾ എത്ര ഇപ്പം യൗവനത്തിലാണെങ്കിലും മക്കളെ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇന്ന് നിങ്ങൾ കാണുന്ന ആൻറ്റിമാരുടെ അല്ലെങ്കിൽ അമ്മച്ചിമാരുടെ അല്ലെങ്കിൽ അപ്പച്ചന്മാരുടെ അങ്കിൾമാരുടെ ആ ലെവലിലേക്ക് നിങ്ങളും പയ്യെ വരും. അത് ലോകത്തിൻ്റെ നിയമമാണ്. അത് അപ്പോൾ എങ്ങനെയായിരിക്കും, വയസ്സായി കഴിയുമ്പോഴുള്ള ആ ഒരു അവസ്ഥയെക്കുറിച്ച് അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമുക്ക് ബലമുണ്ട്, എനർജി ഉണ്ട്, എഫിഷ്യൻസി ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ അന്ന് എന്ത് സംഭവിക്കും?
മായ? അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും. വീട്ടുകാവൽക്കാർ വിറയ്ക്കും. കൈകൾ വിറയ്ക്കുന്നത് കണ്ടിട്ടില്ലേ? സ്കോഫീൽഡ് റെഫറൻസ് ബൈബിൾ കൊടുത്തേക്കുന്ന ആ ഇൻ്റർപ്രിട്ടേഷനാണ് ഞാൻ വായിക്കുന്നത്. വീട്ടുകാവൽക്കാർ വിറയ്ക്കും. നമ്മുടെ കൈകൾ പ്രായമായി കഴിയുമ്പോൾ വിറയ്ക്കുവാൻ തുടങ്ങും. മായ? ബലവാന്മാർ കുനിയും. ബലവാന്മാർ കുനിയും. പണ്ടിങ്ങനെ നെഞ്ചു വിരിച്ച് നടന്നുകൊണ്ട് പാർട്ടിയാ. ഇപ്പം എങ്ങനെയാ? നട്ടല്ലൊക്കെ പയ്യെ കുനിയാനായിട്ട് തുടങ്ങും. ഓക്കെ. അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും. അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ, മറ്റേത് ഒരു കോഴിയെ കിട്ടിയാൽ എപ്പോൾ തീർത്തെന്ന് ചോദിച്ചാൽ മതി. ഇപ്പം അരയ്ക്കുന്നവർ ചുരുക്കമായി. എന്താ സാധനം? എന്താ വായിൽ അരയ്ക്കുന്ന സാധനം ഉണ്ടായിരുന്നു? പല്ല് ഓരോന്നോരോന്നായിട്ട് പൊഴിയും. അപ്പോൾ ഡോക്ടർ പറയും ഇംപ്ലാന്റ് വെച്ചാൽ മതിയെന്ന്. ഇംപ്ലാന്റ് വെച്ചു, എന്നാലും ഒരു മുറുക്കൊരു കാല് കടിച്ചാൽ അത് ഒടിയാനുള്ളതേ ഉള്ളൂ. അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അത് പയ്യെ പയ്യെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ. ഇനി അടുത്തതുമായ കിളിവാതിലിൽ കൂടി നോക്കുന്നവർ അന്ധന്മാരാകും. പണ്ട് കിളിവാതിലിൽ കൂടെ ഒക്കെ നോക്കാൻ എന്ത് കാഴ്ചയായിരുന്നു അറിയോ? കണ്ണുകൾ മങ്ങാൻ തുടങ്ങും. അതാരാ പോണത് അല്ലേ? നോക്കാമെന്ന് കണ്ടിട്ടില്ലേ? പക്ഷെ നമുക്ക് ഇപ്പം നല്ല കാഴ്ചയുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കണ്ണുകൾ മങ്ങാൻ തുടങ്ങും. തെരുവിലെ കതകുകൾ അടയും. ചെവി, മറ്റേത് അതിലേ കൂടെ പോയവളും ഇതിലേ കൂടെ പോയവനും പറഞ്ഞ എല്ലാം പിടിച്ചെടുക്കുന്ന ചെവിയായിരുന്നു ഇത് രണ്ടും. എന്താ പറഞ്ഞേ? മരുമോളോടേക്ക് എന്താ പറഞ്ഞേ? ഉറക്കെ പറഞ്ഞേടി എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് അലയ്ക്കാൻ തുടങ്ങും. തെരുവിലെ കതകുകൾ അടയും. അടുത്തത് അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും. മറ്റേത് എന്തായിരുന്നു സംസാരശേഷി, അതൊക്കെ അങ്ങ് കുറയാൻ തുടങ്ങും. അങ്ങ് പഴയതുപോലെ അങ്ങോട്ട് ഒരു ഫ്ലുവൻസി കിട്ടാതെ വരും. അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും. പക്ഷികളുടെ ശബ്ദത്തിങ്കൽ ഉണർന്നു പോകും. ഇതുങ്ങളൊന്നും രാവിലെ എഴുന്നേക്കുന്നില്ലെന്ന് പറഞ്ഞാൽ വീട്ടിലെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ പുറപുറ പറയുന്നത് കണ്ടിട്ടില്ലേ? പക്ഷി ചിലയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഉണർന്നിരിക്കുക. പണ്ട് പോത്തുപോലെ ഉറങ്ങിയതാന്നുള്ള വേറെ കാര്യം. ഇപ്പം പിള്ളേർ ഉറങ്ങുന്നത് സഹിക്കാൻ വയ്യ. കാരണം ഉറക്കം വരുന്നില്ല, ഉറക്കം കുറയുവാണ്. പാട്ടുകാർത്തികളൊക്കെയും തളരുകയും ചെയ്യും. സംസാരിക്കുമ്പോൾ നാവ് കുഴയാൻ തുടങ്ങും. എന്തിതായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നയാളാ ഇപ്പം പാട്ടുകാർത്തികൾ. പാട്ടൊക്കെ പാടുമ്പോൾ ഒരു കുഴഞ്ഞു പോണ പോലത്തെ ഒരു ഫീലിംഗ്. അതാണ് സംഭവം. സംസാരിക്കുന്ന പാട്ടുകാരത്തികൾ കുഴഞ്ഞു പോകും. അന്ന് അവർ കയറ്റത്തെ പേടിക്കും. പണ്ട് ആര് വന്നാലും ആരടാ അവിടെ എന്ന് ചോദിച്ചിട്ട് എൻ്റെ മുമ്പിൽ അവനെ കിട്ടിയ തട്ടും എന്ന് പറഞ്ഞ പാർട്ടി കയറ്റത്തെ പേടിക്കും. ഒരു എന്താ പറയുന്നത്, എടുത്ത് ചാടാനുള്ള വേണോ മോനെ എന്ന് ചോദിക്കും. അപ്പൻ പണ്ട് കാണിച്ചു കൊടുത്തതാ പൊക്കോളന്ന്. ഇപ്പം പറയും മോനെ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് കയറ്റത്തെ പേടിക്കാൻ തുടങ്ങും. ഒരു ബോൾഡ്നെസ് ജീവിതത്തിൽ കുറയും. ഓക്കെ. വഴിയിൽ ഭീതികൾ ഉള്ളതായി തോന്നും. ഇടയ്ക്കിടയ്ക്ക് ഭീരുവായിട്ട് തോന്നും. അവിടെ എന്തോ ഒരു സ്വപ്നം കണ്ടു, ഇവിടെ എന്തോ നടക്കുന്ന പോലെ തോന്നി. ഇങ്ങനത്തെ ഒരു ഭീരുത്വം. ഓക്കെ. ഇത് വയസ്സായവരെ കുറിച്ചല്ല പറയുന്നത്. നാളെ നമ്മളെല്ലാവരും ഒരു കടന്നു പോകാൻ പോണ ഒരു അവസ്ഥയാട്ടോ ഇത്. ഓക്കെ. ഭീരുവായി തീരും. ഓക്കെ. ബദാം വൃക്ഷം പൂക്കും. ബദാം വൃക്ഷം പൂക്കും. ഇപ്പം പൂക്കുന്നത് കാണാനേ ഇല്ല. എന്നാൽ ഡൈ കമ്പനികളെല്ലാം കൂടെ ഒരു ദിവസം സ്ട്രൈക്ക് പ്രഖ്യാപിച്ചാൽ പല ബദാം വൃക്ഷങ്ങളും പൂത്തതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. മനസ്സിലായില്ല? തലമുടി, നരച്ച തലമുടി കാണാൻ ബദാം വൃക്ഷം പൂത്ത പോലത്തെ എനിക്കിവിടെ 1, 2, 3 ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാലും കമ്പനി പൂട്ടിക്കഴിഞ്ഞാൽ എത്ര പൂത്ത തലകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുമായിരുന്നെന്നറിയോ? ബദാം വൃക്ഷം പൂക്കും. ഓക്കെ. തുള്ളൻ ഇഴഞ്ഞു നടക്കും. ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോഴത്തേക്ക് എന്താ പറ്റുന്നതെന്നറിയാമോ? അപ്പച്ചനും അമ്മച്ചിയും പറയാമല്ലോ, ചൊറിഞ്ഞിട്ട് വയ്യ, എന്തോ ഇഴഞ്ഞു നടക്കുന്നത് പോലത്തെ ഒരു ഫീലിംഗ്. ഈ അപ്പച്ചനും അമ്മച്ചി എന്നാ ചൊറിച്ചിലായി ചൊറിയുന്നൊക്കെ ഞാൻ പറയാറില്ലേ? ഓക്കെ. ഇതെന്താ സംഭവം എന്നറിയാമോ? എന്തോ ഇഴഞ്ഞു നടക്കുന്നത് പോലത്തെ ഒരു ഫീലിംഗ്. ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നതുകൊണ്ട് രോചനക്കുരു ഫലിക്കാതെ വരും. മരുന്നുകളൊന്നും ഒരു ഫലിക്കാത്ത പോലത്തെ ഒരവസ്ഥ. ബൂസ്റ്റും ഹോർലിക്സും ബോൺവിറ്റായും കൂടെ നടന്നിട്ടും കഴിച്ചിട്ടും പറയുകയാണ് പഴയ പോലെ അങ്ങോട്ടൊരു ഉന്മേഷം കിട്ടുന്നില്ല. രോചനക്കുരു ഫലിക്കാതെ വരും. മരുന്നുകളുടെ എഫക്റ്റ് കുറയും. മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. അത് ഞാൻ പറയണ്ടല്ലോ, എവിടെയോട്ടാണെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകണം. ഓക്കെ. വിലാപം കഴിക്കുന്നവർ വീതിയിൽ ചുറ്റി സഞ്ചരിക്കും. കരഞ്ഞോണ്ട് എല്ലാവരും പോകും. ഓക്കെ. അന്ന് വെള്ളിച്ചരട് അറ്റുപോകും. വെള്ളിച്ചരട് അറ്റുപോകും. ഓക്കെ. വിലാപം കഴിക്കുന്നവർ നമ്മളെല്ലാവരും നമ്മളെ ഓർത്ത് അലമുറയിടുന്ന ഒരു ദിവസമുണ്ട്. അന്ന് എന്താ പറ്റുന്നതെന്നറിയാം? വെള്ളിച്ചരട് അറ്റുപോകും. എന്താ പറ്റുന്നത്? മരിക്കുമ്പം സുഷുമ്ന നാഡി, നമ്മുടെ നെർവസ് സിസ്റ്റം ഒക്കെ തകർന്നു പോകും. ഓക്കെ. പൊൻകിണ്ണം തകരും. പൊൻകിണ്ണം തകരും. തലച്ചോറിൻ്റെ പ്രവർത്തനം ഇല്ലാതായി പോകും. ഉറവിങ്കിലെ കുടമുടയും. നമ്മുടെ കരളിൻ്റെ പ്രവർത്തനം ഇല്ലാതെയാകും. കിണറ്റിങ്കിലെ ചക്രം തകരും. എവിടെയാ പമ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, ഹാർട്ട്, അതും തകരും. അപ്പോൾ എല്ലാവരും വിലാപം കഴിച്ച് നടക്കും. മായ ലാസ്റ്റ് അതും കൂടെ വായിക്കാമോ? പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. പൊടി
ഈ സാധനം ഭൂമിയിലേക്ക് പോകും, പൊടിയിലേക്ക് തന്നെ പോകും. ആത്മാവ് എവിടെയോട്ടാണെന്ന് വെച്ചാൽ അതും പോകും. ഞാനിത് പറഞ്ഞത് ഞാൻ ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്യാം. ആരെയും ഭീതിപ്പെടുത്താനല്ല, പക്ഷേ ജീവിതത്തിലെ ഒരു റിയാലിറ്റിയെ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണെന്ന്. റീസെൻ്റായിട്ടാണ് എൻ്റെ പപ്പ മരിച്ചത്. ചിലപ്പോൾ ഇപ്പോഴും എനിക്ക് പപ്പ എവിടെയോ ഉണ്ട്, പാലക്കാടുണ്ട്, അങ്ങനെയൊക്കെ ഒരു ചിന്ത വരാറുണ്ട്. ആ മരണം എന്നുള്ളൊരു ഫാക്റ്റ് അംഗീകരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏതാനും വർഷങ്ങളോ ദിവസങ്ങളോ മാസങ്ങളോ അതൊക്കെ കഴിയുമ്പോൾ നമ്മളിൽ പലരും ഇവിടെ നിന്നൊക്കെ മാറ്റപ്പെടാം. എന്നാൽ ദൈവം നമുക്ക് ഇന്ന് ദാനമായിട്ട് തന്നിട്ടുള്ളതാണ് ഈ ജീവിതം. ഇത് നന്ദിയോടെ ജീവിക്കേണ്ട ഒരു ജീവിതമാണ്. പെറുപെറുത്ത് മറ്റുള്ളവരുമായി വഴക്കിട്ട് സങ്കടപ്പെട്ട് കരഞ്ഞു തീർക്കാനുള്ളതല്ല ഒരു ജീവിതം. ഇന്നൊരു ദിവസം ദൈവം ദാനമായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ഭംഗിയായിട്ട് ജീവിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റിയും നമുക്കുണ്ട്. നമുക്കറിയാവോ, പലർക്കും ജീവിക്കണമെന്ന ആഗ്രഹമുണ്ട്. എന്നാൽ രോഗം കാരണം പലരും ഇന്ന് പല ഹോസ്പിറ്റൽസിലും കിടപ്പുണ്ട്. എന്നാൽ നമുക്ക് ഇന്ന് ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് ദൈവത്തിൻ്റെ ദാനം. ആ നന്ദി നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ജീവിതം മനോഹരമായി ജീവിക്കുവാൻ നമ്മുടെ ചേർച്ച് നമ്മളെ എപ്പോഴും പഠിപ്പിക്കുന്ന ഒരു കാര്യം ഒരു പ്രാവശ്യം കൂടി ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രയോറിറ്റി ലിസ്റ്റ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് നമ്മളിവിടെ പഠിപ്പിച്ചിട്ടുള്ള? ജീവിതത്തിൽ നമ്മൾ പ്രയോറിറ്റീസ് ഓഫ് എ ക്രിസ്ത്യൻ, അരുണിടല്ലേ അത്, പ്രയോറിറ്റീസ് ഓഫ് എ ക്രിസ്ത്യൻ എന്തൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടോ? നമ്മൾ ജീവിതത്തിൽ മുൻഗണന കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം നമ്മൾ വെരി ഗുഡ്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് നമ്മൾ മുൻഗണന കൊടുക്കണം. 2 കുടുംബത്തിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം. 3 മിനിസ്ട്രിക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. 4 നമ്മളുടെ ജോലി ഏത് ജോലി ആയിരിക്കുന്നോ അതിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, നിങ്ങളെല്ലാവരും വളരെ മനോഹരമായിട്ട് ഈ ചർച്ചിൽ കൂടുന്നവർ അതിൻ്റെ എല്ലാം ഉത്തരം പറഞ്ഞു. എന്നാൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുന്നുണ്ടോ? പെട്ടെന്ന് എനിക്കൊരു കഥ ഓർമ്മ വരികയാണ്. ഒരു അധ്യാപകൻ ഒരു കൊച്ചുകുട്ടിയെ പഠിപ്പിക്കുകയായിരുന്നു. സ്റ്റീവ് ആ ബുക്കിംഗ് ആണ്. ഇങ്ങനത്തെ പുസ്തകം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുഞ്ഞുങ്ങളെ വീട്ടിൽ പഠിപ്പിക്കുന്ന A for ആപ്പിൾ, B for ബാറ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന പുസ്തകം ഇതിൻ്റെ മലയാളത്തിലും കിട്ടും. ഓക്കെ, ഇങ്ങനത്തെ ഒരു പുസ്തകം വെച്ച് അധ്യാപകൻ പഠിപ്പിക്കുക, ടീച്ചർ പഠിപ്പിക്കുക. ഒക്കെ കുട്ടിയെ അന്ന് പഠിപ്പിക്കാൻ പോകുന്നത് ഇതായിരുന്നു പഠിപ്പിക്കേണ്ടത്. ഓക്കെ, കുഞ്ഞിനെ അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. കുഞ്ഞിനോട് ചോദിച്ചു, മോനെ ഇതെന്താ? കുഞ്ഞ് പറഞ്ഞു താ. മോളെ ഇതെന്താ? വാ. മോളെ ഇതെന്താ? ള. അപ്പം ഇതെന്താ? മാക്രീ. പിന്നെയും പറഞ്ഞു, മോളെ അതല്ല തവള എന്ന് പറയണം. ഇതെന്താ? താ. ഇതെന്താ? കൊച്ചു പറഞ്ഞു വാ. ഇതെന്താ? ള. ഇതെന്താ? മാക്രീ. നമ്മൾ ചിരിച്ചു, പക്ഷെ സത്യം ഇതല്ലേ? പ്രയോറിറ്റി ലിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഗോഡ്, ഫാമിലി, മിനിസ്ട്രി, ജോബ്. കാണാതെ പറയും തവള, പക്ഷേ ജീവിതത്തോട് വരുമ്പം മാക്രീ. ശങ്കരൻ അഗെയിൻ ഓൺ ദ കോക്കനട്ട് ട്രീ. പ്രയോറിറ്റിയിൽ ഫസ്റ്റ് നമ്മൾ ദൈവത്തിന് സമയം കൊടുക്കണം. പഠിച്ചു. എത്ര പേരിത് പഠിച്ചു കഴിഞ്ഞിട്ട് യഥാർത്ഥമായിട്ട് ദൈവവുമായിട്ട് സമയം ചെലവഴിക്കാൻ സമയമെടുത്തു? കുടുംബം പ്രയോറിറ്റിയാണെന്ന് മനസ്സിലാക്കി എത്ര സമയം കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ചു? മിനിസ്ട്രി പ്രയോറിറ്റി ഉണ്ടെന്ന് മനസ്സിലായി. ഒരു ട്രാക്റ്റെങ്കിലും ആർക്കെങ്കിലും എടുത്തു കൊടുത്തിട്ടുണ്ടോ? ജോബ് അത് പ്രയോറിറ്റി ലിസ്റ്റിലുള്ളൊരു കാര്യമാണ്. നമ്മുടെ ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ടോ? ആ കുഞ്ഞിനെ പോലെ ള പറഞ്ഞിട്ട് മാക്രി തന്നെയല്ലേ നമ്മുടെ സ്വഭാവം? ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആ ലിസ്റ്റ് ഒന്ന് ഓർപ്പിക്കട്ടെ. പ്രയോറിറ്റീസ് ഓഫ് എ ക്രിസ്ത്യൻ. ഇത് നമ്മൾ പഠിച്ച് ഇന്നൊരു തീരുമാനം എടുക്കണം. ദൈവമേ, എനിക്ക് തന്ന സമയം വിലപ്പെട്ടതാ, ഞാനിതനുസരിച്ച് ജീവിക്കുമെന്നൊരു തീരുമാനം നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ. ആദ്യം നമ്മുടെ ജീവിതത്തിൽ മുൻഗണന കൊടുക്കേണ്ടത് ദൈവത്തിന്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് മുൻഗണന കൊടുക്കണം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. ദൈവം സംസാരിക്കുന്ന അന്നന്ന് സംസാരിക്കുന്ന വചനങ്ങൾ എവിടെ ഇരിക്കണം? ദൈവവുമായിട്ട് ബന്ധമുള്ള വ്യക്തിയാണെങ്കിൽ എവിടെ ഇരിക്കണം? അത് ഹൃദയത്തിലിരിക്കണം. ഹൃദയം നിറഞ്ഞു കവിയുമ്പോൾ അത് വായ പ്രസ്താവിക്കാൻ തുടങ്ങും. മായ
നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിൽ ഒരു മിനിറ്റ്, മക്കൾക്ക് ഇതെന്ത് ചെയ്തു കൊടുക്കണം? ഉപദേശിച്ചു കൊടുക്കണം. മാതാപിതാക്കളായിട്ടുള്ളവരൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഞാൻ ധ്യാനിച്ച വചനങ്ങൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? അതോ കുഞ്ഞുങ്ങളോട് മംഗൾയാൻ്റെ കാര്യം പഠിപ്പിച്ചു കൊടുക്കും, സ്കൂളിലെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും, മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞു കൊടുക്കും, കുറ്റം പറഞ്ഞു കേൾപ്പിക്കും. പക്ഷേ ദൈവവചനത്തിൻ്റെ എത്ര സത്യങ്ങൾ അവരെ ഞാൻ പഠിപ്പിച്ചു. ഓരോ മാതാവിനും പിതാവിനുമുള്ള ഡ്യൂട്ടിയാണിത്. ഞാൻ പറയാം, പിതാവിന് ഇത് കൂടുതലായിട്ടുണ്ട്. ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ നിങ്ങളുടെ മക്കൾക്ക് ഇത് നിങ്ങൾ എന്ത് ചെയ്തു കൊടുക്കണം? ഉപദേശിച്ചു കൊടുക്കണം. അടുത്തത്, നീ വീട്ടിൽ ഇരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. ഇങ്ങനെയൊക്കെയാണോ നമ്മൾ ചെയ്യുന്നത്? വീട്ടിലിരിക്കുമ്പം, കിടക്കുമ്പം, നടക്കുമ്പം, വഴി നടക്കുമ്പം ഇതിനെക്കുറിച്ച് സംസാരിക്കണം. നമ്മുടെ സംസാരം എന്തൊക്കെയാണ് വരുന്നത്? കാര്യം എന്താണെന്നറിയാമോ? ദൈവവചനം ധ്യാനിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ മുൻഗണന കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. കാരണം ദൈവവചനം ഇരുവായ്ത്തലയുള്ള വാള് പോലെയാണ്. അത് ജീവനുള്ളതാണ്, അത് ചൈതന്യമുള്ളതാണ്. അതെവിടെയെങ്കിലും കയറിയാൽ അത് പ്രവർത്തനം ആരംഭിക്കും. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഇന്ന് ദൈവവചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു വ്യക്തമായ രൂപാന്തരം ഉണ്ടാകട്ടെ. വെറും ഉപരിവിപ്ലവമായിട്ടുള്ള ഒരു ക്രിസ്തീയ വിശ്വാസമല്ല, എന്നാൽ വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം. എൻ്റെ ദൈവം എനിക്ക് തന്ന സമയത്തിൽ ഏറ്റവും മുൻഗണന അങ്ങയുമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പിന് ഞാൻ കൊടുക്കും. നമുക്കൊന്ന് സമർപ്പിക്കാമോ ദൈവത്തിൻ്റെ മുമ്പിൽ? നമ്മളത് ചെയ്തിരിക്കണം. രണ്ടാമത് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് ആർക്കാ? നമ്മുടെ ഫാമിലി, നമ്മുടെ കുടുംബത്തിന് കൊടുക്കണം. ഉൽപ്പത്തി 2:24 അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലൊരു പ്രയോറിറ്റി നമ്മുടെ ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടോ? കുഞ്ഞുങ്ങളോട് നമുക്ക് ആ ഒരു മുൻഗണന നമ്മൾ കൊടുത്തിട്ടുണ്ടോ? കുടുംബത്തിന് അതോ എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ചു പോയി അതുകൊണ്ട് അങ്ങ് ജീവിച്ചു പോകുന്നു എന്നുള്ള രീതിയിലാണോ? കുഞ്ഞുങ്ങൾ ഉണ്ടായിപ്പോയി അതുങ്ങൾ എങ്ങനെയും വളർന്നോട്ടെ എന്നുള്ള രീതിയിലാണോ? സദൃശവാക്യം 22:6 പറയുന്നത്, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ഇത് അഭ്യസിപ്പിക്കേണ്ട ഡ്യൂട്ടി ആരുടെയാ? മാതാവിൻ്റെയും പിതാവിൻ്റെയുമാണ്. അയൽക്കാരുടെ ഉത്തരവാദിത്തമല്ല. സൺഡേ സ്കൂൾ ടീച്ചറിന് ഇതിലൊരു റോൾ ഉണ്ട്, പക്ഷെ അവരുടെ ഉത്തരവാദിത്തമല്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ അഭ്യസിപ്പിക്കേണ്ടത് മാതാവും പിതാവും ഒരുമിച്ച് അവരെ ട്രെയിൻ ചെയ്തെടുക്കണം. ഭാവിയിൽ അവരെ എഴുന്നേറ്റിട്ട് പ്രശംസിക്കും, എൻ്റെ അപ്പൻ എൻ്റെ അമ്മ എന്നെ ദൈവഭയത്തിൽ വളർത്തിയെന്ന് പറയുന്നത് കേൾക്കുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഓരോരുത്തരും ഉണ്ടാകട്ടെ. നമ്മുടെ കുടുംബത്തെ നമ്മൾ നോക്കാതെ ശ്രദ്ധിക്കാതെ എന്ത് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞിട്ടും എന്ത് മിനിസ്ട്രി ചെയ്തെന്ന് പറഞ്ഞാലും ഇതൊക്കെ ഒരു ശൂന്യമായി പോകുന്ന അവസ്ഥയുണ്ട്. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ ഒരു സഭാധ്യക്ഷനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാ, സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കാൻ അറിയാത്തവൻ എങ്ങനെ സഭയെ ഭരിക്കും? അപ്പോൾ ദൈവം ആ കുടുംബത്തിൻ്റെ ആ വ്യവസ്ഥയ്ക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് നമ്മളത് കാണിക്കുന്നത്. 1 തിമോത്തിയോസ് 5:8 വായിക്കാം. തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു. പുറത്തുള്ള അവിശ്വാസിയേക്കാൾ കഷ്ടമാണ് ഒരു വിശ്വാസിയായിരുന്നിട്ട് സ്വന്തം കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കാതെ, ഭാര്യയെ കരുതാതെ, ഭർത്താവിനെ കരുതാതെ, കുഞ്ഞുങ്ങളെ കരുതാതെ ജീവിച്ചെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് യഥാസ്ഥാനപ്പെടാം. കർത്താവേ, ദൈവത്തിന് ഞങ്ങൾ ഏറ്റവും മുൻഗണന കൊടുക്കും, എൻ്റെ കുടുംബത്തിന് ഞാൻ മുൻഗണന കൊടുക്കും. ആദ്യത്തേതായിട്ട് മിനിസ്ട്രി സുവിശേഷ പ്രവർത്തനങ്ങൾ അതെല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. അത് പാസ്റ്ററും കുറച്ചിങ്ങനെ പാർട്ടികളൊക്കെ ചെയ്താൽ പോരെ എന്ന് ചിലർ ചിന്തിക്കാം. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, കർത്താവ് പറഞ്ഞു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് ഉപദേശിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഇതാർക്ക് കൊടുത്തതാ? എല്ലാ ക്രിസ്തീയ വിശ്വാസികൾക്കും കൊടുത്തേക്കുന്ന ഒരു കമാൻഡ്മെൻ്റ് ആണ് ദ ഗ്രേറ്റ് കമ്മീഷൻ. ഈ സുവിശേഷ വേലയിൽ പങ്കാളികളാകാൻ, നിങ്ങളൊരു ഹൗസ് വൈഫായിരിക്കാം, നിങ്ങളൊരു ഡോക്ടറായിരിക്കാം, എഞ്ചിനീയർ ആയിരിക്കാം, നേഴ്സായിരിക്കാം, കൂലിപ്പണിക്കാരനായിരിക്കാം, നിങ്ങൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും അവിടെ നിങ്ങളെ ഒരു സുവിശേഷകനാക്കി ദൈവമാക്കിയിരിക്കുകയാണ്. നിങ്ങൾ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികളോട് സുവിശേഷം എത്തിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ
ജീവിതത്തിൽ ഒരു പ്രയോറിറ്റിയായി മാറണം. നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള ഒരു ഭാരം നമ്മുടെ ഉള്ളിലുണ്ടോ? വേറെ ആരെങ്കിലും പറഞ്ഞോളും എന്നുള്ളൊരു ചിന്തയാണോ? രാത്രി സമയങ്ങളിൽ, പകൽ സമയങ്ങളിൽ ഒന്ന് മുട്ടുമടക്കി നമ്മുടെ അയൽവക്കത്തുള്ളവർക്ക് വേണ്ടി, നമ്മുടെ ബന്ധുക്കൾ നശിച്ചു പോകുന്നവർക്ക് വേണ്ടി ഒന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സുവിശേഷ വേലയെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സുവിശേഷം പറയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനായിട്ട് ഒരു വ്യക്തിക്കും കഴിയില്ല. കാരണം എൻ്റെ അയൽവാസിയെക്കുറിച്ച് ദൈവം കണക്ക് ചോദിക്കുന്നത് വിനീതിയോടായിരിക്കില്ല, എന്നോടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾക്കും മിനിസ്ട്രിയിൽ ഒരു റോളുണ്ട്, ചേർച്ചിൽ ഒരു റോളുണ്ട്. ഒരു വിശ്വാസിക്ക് ഇതിന് നമ്മൾ മുൻഗണന കൊടുത്തേ മതിയാവുകയുള്ളൂ. അതിനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. 4, ജോബ്. ജോലി പ്രധാനപ്പെട്ട കാര്യമാണ്. ജോലി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് വായിച്ചു നോക്കാം. 2 തെസ്സലോനിക്കർ 3:10-12 വരെയുള്ള വാക്യം. ആ സഭയിലുള്ള ചില വിശ്വാസികൾ മിനിസ്ട്രിയൊക്കെ ചെയ്ത് ഇതിലേക്ക് നടന്നു, പക്ഷെ ജോലി ചെയ്യത്തില്ല. അവരോട് കൊടുത്ത ഉപദേശം എന്താണെന്ന് നോക്കാം. വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ തന്നെ ആജ്ഞാപിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളിൽ ചിലർ ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി ക്രമം കെട്ട് മറ്റുള്ളവരുടെ കാര്യം നോക്കി ക്രമം കെട്ട് നടക്കുന്നു. ഓക്കെ മായ, ഇങ്ങനെയുള്ളവരോട് സാവധാനത്തോടെ വേല ചെയ്ത് അഹോവൃത്തി കഴിക്കണമെന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ ഞങ്ങൾ ആജ്ഞാപിച്ച് പ്രബോധിപ്പിക്കുന്നു. വേല ചെയ്യാൻ മനസ്സിലാതെ മറ്റുള്ളവരുടെ കാര്യം അന്വേഷിച്ച് നടക്കുന്ന ഇവരോട് അപ്പോസ്തലൻ ഉപദേശിക്കുകയാണ്, എന്ത് ജോലിയാണ് ചെയ്യുന്നത് അത് ആത്മാർത്ഥമായിട്ട് ചെയ്ത് നിങ്ങളുടെ കുടുംബം പോറ്റണം, നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യണം. അതൊരു ദൈവിക ഒരു ആജ്ഞ ആണെന്ന് നമ്മളത് മനസ്സിലാക്കുക. കൊലോസ്യർ 3:22-23 കൂടെ വായിക്കാം. ദാസന്മാരെ, ജഡപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിപ്പിൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവകളാലല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ അത്രേ അനുസരിക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല, കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവേൻ. ഇവിടെ പറയുന്നത് മനുഷ്യർക്കെന്നല്ലെന്ന് പറയുന്ന ആ ഭാഗത്തുണ്ടല്ലോ, ജോലിയെക്കുറിച്ചാണ് പറയുന്നത്. എൻ്റെ ബോസിന് വേണ്ടി ഞാൻ ചെയ്യുന്ന ജോലി എന്നുള്ള രീതിയിലല്ല ചെയ്യേണ്ടത്, കർത്താവിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. നിങ്ങളൊരു വീട്ടു ജോലിക്കാരിയാണെങ്കിൽ നിങ്ങൾ അവിടെ തുടച്ചിട്ട് പോയാൽ അത് കർത്താവിന് വേണ്ടി ചെയ്യുന്ന അത്ര ഭംഗിയായിരിക്കണം, മറ്റാരും ചെയ്യുന്നതിനേക്കാളും വൃത്തിയായിട്ട് ചെയ്യണം. നിങ്ങളൊരു അക്കൗണ്ടൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട്സ് അത് ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കണം. നിങ്ങളൊരു ഡോക്ടർ ആണെങ്കിൽ നിങ്ങൾ ഏറ്റവും ആത്മാർത്ഥമായിട്ട് ചെയ്യണം. ഒരു നേഴ്സ് ആണെങ്കിൽ ഏറ്റവും നല്ല നേഴ്സ് ഈ നേഴ്സാണെന്ന് പറയാനായിട്ട് ഇടവരട്ടെ. മനുഷ്യർക്ക് വേണ്ടിയല്ല, കർത്താവിനെന്ന പോലെ നമ്മുടെ ജോലിയിൽ, വർക്ക് പ്ലേസിൽ നമ്മൾ ഓരോരുത്തരും ഓരോ സുവിശേഷകരാണെന്ന് മനസ്സിലാക്കി തന്നെ ജോലിയിലും നമ്മൾ ആത്മാർത്ഥത കാണിക്കുക. അപ്പം 4 നമ്മൾ കണ്ടു. എന്തൊക്കെയാ? ഗോഡ്, ഫാമിലി, മിനിസ്ട്രി, ജോബ്. ഓക്കെ, തവള പഠിച്ചു. അപ്പം തവളയെന്ന് തന്നെ നമുക്ക് വായിക്കണം. ഓക്കെ, അടുത്തത് ഇതുവരെ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഞാൻ ഒരെണ്ണവും കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. റെക്രിയേഷൻ. ഇതിനെന്താ ഒരു നല്ല മലയാളം കൊടുക്കേണ്ടതെന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. വിശ്രമം എന്ന് പറയാമോ? ഓക്കെ, റെക്രിയേഷൻ. ഓക്കെ, നമ്മുടെ മനസ്സിനെ റിലാക്സ് ചെയ്യാനൊരു ടൈം പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഒരു സമയത്തിൻ്റെ ആവശ്യമുണ്ടോ? അത് ലോകസ്നേഹമല്ലേ സിസ്റ്റർ എന്നൊന്നും എന്നോട് ചോദിക്കരുത്. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. പലരും വീടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന എന്താണെന്നറിയാമോ? ജോലി ചെയ്ത് അധ്വാനിക്കും. പിറ്റേ ദിവസവും ഇത് തന്നെ ചെയ്ത് ഭയങ്കര സ്ട്രെസ്ഡ് ആവും. ഒരേ കാര്യങ്ങൾ ചെയ്ത് അവർക്ക് സ്വന്തം ശരീരത്തെ, സ്വന്തം ആരോഗ്യത്തെ നോക്കാൻ സമയമില്ല. ഇവർ മാടുപോലെ പണിയെടുക്കും. അത് കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ ശരീരം തളരാൻ തുടങ്ങും. അപ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? ആ തളർച്ച എക്സ്പ്രസ് ചെയ്യുന്നത് ദേഷ്യമായിട്ട്, മൗനമായിട്ട് ഒക്കെ വളരെ ഒരു വല്ലാത്ത അന്തരീക്ഷം വീട്ടിൽ ക്രിയേറ്റ് ചെയ്യപ്പെടാനിടയാകും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഒരു മോട്ടറിന് പ്രവർത്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതിൽ കൂടുതൽ അതിനെ പ്രവർത്തിപ്പിച്ചാൽ എന്ത് പറ്റും? കേടായി പോകും. നമ്മുടെ ഏത് വണ്ടി മേടിച്ചാലും ഒരു സമയമാകുമ്പോൾ അതിനൊരു സർവീസ് ആവശ്യമാണ്. എന്നാൽ പല വിശ്വാസികളും ഇതെടുക്കാറില്ല. അതുകൊണ്ട് തന്നെ എന്താ പറ്റുന്നതെന്നറിയോ? കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്നിനും കൊള്ളാത്ത ഒരു ബേൺഡ് ഔട്ടായ ഒരു അവസ്ഥ, വല്ലാത്തൊരവസ്ഥ. യേശുവിൻ്റെ ശിഷ്യന്മാർക്കും ഇങ്ങനൊരവസ്ഥ വന്നായിരുന്നു കേട്ടോ. ഞാൻ ബൈബിളിൽ നിന്ന് പറഞ്ഞില്ലെന്ന് വിചാരിക്കേണ്ട. യേശുവിൻ്റെ ശിഷ്യന്മാരും ഭയങ്കര മിനിസ്ട്രി ആയിരുന്നു. രാവിലെ തൊട്ട് ആൾക്കാർ വരുന്നു, പ്രാർത്ഥിക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു, പിന്നെ അവർക്ക് അപ്പം കൊടുക്കുന്നു. ഇങ്ങനെ വർക്ക് ചെയ്ത് ഭയങ്കര മിനിസ്ട്രിയുടെ അഭിഷേകത്തിന് അങ്ങ് അറ്റത്ത് നിൽക്കുക. പക്ഷേ യേശുവിനൊരു കാര്യം മനസ്സിലായി, ഈ അവസ്ഥ ഇങ്ങനെ തുടർന്നാൽ ശരിയാവുകയില്ല. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 31-32 വാക്യങ്ങളിൽ യേശു അവർക്കൊരു ഉപദേശം കൊടുത്തു.
വരുന്നവരും പോകുന്നവരും വളരെ ആയിരുന്നതിനാൽ അവർക്ക് ഭക്ഷിപ്പാൻ പോലും സമയമില്ലായക കൊണ്ട് ശിഷ്യന്മാർക്ക് ഭക്ഷിക്കാൻ സമയമില്ല. യേശുവിൻ്റെ അടുക്ക വരുന്നവരും പോകുന്നവരും വളരെയധികം മിനിസ്ട്രിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് നേരെ ചൊവ്വെ ഭക്ഷണം കഴിക്കത്തില്ല. ഞാൻ സ്ത്രീകളോടായിട്ടുള്ള പ്രത്യേകം ഒരു ഉപദേശം തരട്ടെ. പലപ്പോഴും ഈ കുടുംബകാര്യം നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് പല സ്ത്രീകളും ഭക്ഷണം അവരവരുടെ ആരോഗ്യം ശ്രദ്ധിക്കാറില്ല. പുരുഷന്മാരും ജോലി എന്ന് പറഞ്ഞിട്ട് സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാതിരിക്കരുത്. എന്താണെന്നറിയാമോ? മക്കളെ പട്ടിണിക്കാക്കരുത്. കാരണം മനസ്സിലായോ? നിങ്ങൾ പോയാൽ മക്കൾ പട്ടിണിയാവും. എന്താണെന്നറിയാം, നമ്മൾ മക്കളെ തെറ്റിക്കല, അവനവൻ്റെ ഒന്നും ശ്രദ്ധിക്കത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ആരോഗ്യം കുറഞ്ഞു പോയാൽ മക്കൾ പട്ടിണിക്കാവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. സ്വന്തം ശരീരത്തെ സൂക്ഷിക്കാൻ നമ്മൾ പഠിക്കണം. ആ വാക്യം വായിച്ചുമായ വരുന്നവരും പോകുന്നവരും വളരെ ആയിരുന്നതിനാൽ അവർക്ക് ഭക്ഷിപ്പാൻ പോലും സമയമില്ലായക കൊണ്ട് അവൻ അവരോട്, നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞു. യേശുവിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞേ, മക്കളെ, പത്രോസേ, യോഹന്നാനെ, കുറേ നേരമായി മിനിസ്ട്രി തുടങ്ങിയിട്ട് നിങ്ങൾ നല്ലതായിട്ട് സുവിശേഷമെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഭക്ഷണം മര്യാദയ്ക്ക് കഴിച്ചിട്ടില്ല, ആരോഗ്യം ശ്രദ്ധിച്ചിട്ടില്ല. ഇങ്ങനെ പോയാൽ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ആഡ് ചെയ്താട്ടോ, യേശു പറഞ്ഞില്ല. ഓക്കെ, ഇനി ദുരുപദേശം പറഞ്ഞെന്നൊന്നും പറയരുത് കേട്ടോ. ഇതൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. വാ, കുറച്ച് നേരം വന്ന് വിശ്രമിച്ചേ, ഒന്ന് ഏകാന്ത സ്ഥലത്ത് കുറച്ചൊന്ന് മാറിയിരിക്കുക. ഇടയ്ക്കൊന്ന് ഏകാന്ത സ്ഥലത്തൊക്കെ പോകുന്നത് നല്ലതാട്ടോ. അതിനാണ് ഫാമിലി ആയിട്ട് ഇടയ്ക്കൊക്കെ ഒരു ട്രിപ്പ് പോകുന്നതിൽ ഒരു കുഴപ്പമില്ല. ഞായറാഴ്ച രാവിലെ ആയിരിക്കരുതെന്ന് മാത്രം. ഓക്കെ, ആരാധനയ്ക്ക് വരണം, പ്രയോറിറ്റി ടു ഗോഡ്, അത് മറക്കരുത്. ഓക്കെ, ഉപവാസ പ്രാർത്ഥനയും കട്ട് ചെയ്ത് പോകരുത്. ബാക്കി തേഴ്സ്ഡേ എനിക്ക് അറിയത്തില്ല, എന്നാലും മൺഡേ നമ്മുടെ ചർച്ചിൻ്റെ സിസ്റ്റം അനുസരിച്ച് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ടൂർ പോകാം കേട്ടോ. അത് കഴിഞ്ഞ് ഇങ്ങനെ എത്തണം. പക്ഷേ ഏകാന്ത സ്ഥലത്ത് ഇടയ്ക്ക് ഒന്ന് വിശ്രമിക്കാൻ പോണത് നല്ലതാ. ഇത് ആത്മീകമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നിങ്ങൾ നല്ല ആത്മീകരാകാൻ ഇത് നല്ലതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ വെറും ചെടികരായി പോകും. നിങ്ങൾ ബേൺഡ് ഔട്ടായി കഴിഞ്ഞാൽ വീട്ടിൽ സോസറ് പറക്കും, ഭാര്യയുടെ കയ്യിൽ നിന്ന് പാത്രങ്ങൾ വീഴാൻ തുടങ്ങും. എന്താണെന്നറിയോ ഭാര്യയൊക്കെ അങ്ങനെ കാണിക്കുന്നത്? ഭാര്യയ്ക്ക് ഒരു ബ്രേക്ക് ആവശ്യമുണ്ട്, ഇടയ്ക്കൊന്ന് കൊണ്ടുപോകണം. ഓക്കെ, ഒന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങി വരുമ്പോഴത്തേക്ക് അവൾ ചിരിച്ചുകൊണ്ട് വരുന്ന കാണാം. പോകുമ്പം മൂദേവി പോലെ ഇരുന്നത്, തിരിച്ചു വരുമ്പം പഴയ മാധവിയെ പോലെ. എന്താ ഭംഗി, ഓർത്തിരിക്കാം. ഓക്കെ, അപ്പം റെക്രിയേഷൻ മനസ്സിനാവശ്യം. ഒരു പിക്ചർ കാണിച്ചു കൊടുത്താരുന്നെ, ഇതുപോലെയൊക്കെ ഒന്ന് പോകാൻ എന്താ രസം. ഒന്ന് പോയിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, റെക്രിയേഷൻ തന്നെ റീക്രിയേഷൻ എന്നാ, ഒരു പുതിയ ഇതൊരു ക്രിയേഷൻ നടക്കുക. പുനർനവീകരണം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തോ എനിക്കറിയത്തില്ല ശരിയാണോ എന്ന്. പക്ഷേ ഇതൊക്കെ ഒന്ന് പോയിട്ട് വരുമ്പോൾ ഒന്ന് മനസ്സ് റിലാക്സ്ഡായി, ശരീരം റിലാക്സ്ഡായിട്ട് വരുന്നത് കാണാം. ഓക്കെ, ഇങ്ങനെയൊക്കെ നിങ്ങൾക്കൊന്ന് പോകാൻ സാധിക്കും. റെക്രിയേഷൻ. ഓക്കെ, ഈ പ്രയോറിറ്റി ലിസ്റ്റ് ഒന്നും കൂടെ പറയാം, പറയാം. ഓക്കെ, എന്താ അത്? ഗോഡ്, ഫാമിലി, മിനിസ്ട്രി, ജോബ്, റെക്രിയേഷൻ. ഇനി ഈ ലിസ്റ്റ് ഇങ്ങനെ ഇട്ടത് കൊണ്ട് ഇതിലേതെങ്കിലും സാരമില്ല, താഴെ വരുന്നൊന്നും കുഴപ്പമില്ല എന്നൊന്നും ചിന്തിക്കരുത് കേട്ടോ. എല്ലാത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഏതെങ്കിലും ഒന്ന് അവഗണിച്ചാൽ, 4 കാലുള്ള കട്ടിലാണെന്ന് വിചാരിക്കുക, അതിൻ്റെ ഒരു കാലൊടിഞ്ഞാലും നിങ്ങൾക്ക് അത്തേ കിടക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടോ? മിനിസ്ട്രിയിൽ ടോപ്പായിരിക്കും, ജോബിൽ ടോപ്പായിരിക്കും, കുടുംബം തകർന്ന വ്യക്തിയാണെങ്കിലും ഒരു രക്ഷയുണ്ടാവില്ല. നിങ്ങൾക്ക് ആൾക്കാരെ പറ്റിക്കാൻ പറ്റും, പക്ഷേ സ്വന്തം മനസാക്ഷിയും ദൈവത്തെയും പറ്റിക്കാൻ പറ്റില്ല. കുടുംബം നല്ലതായിരിക്കും, മിനിസ്ട്രി നല്ലതായിരിക്കും, എന്നാൽ ജോലി ചെയ്യാൻ ഭയങ്കര മടിയാണെങ്കിൽ എന്ത് ചെയ്യും? അതും പ്രശ്നമാണ്. ഇനി കുടുംബവും നല്ലതാണ്, ജോലിയും നല്ലതാണ്, ദൈവവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ അതും പ്രശ്നമാണ്. കട്ടിലിൻ്റെ ഒരു കാലൊടിഞ്ഞതുപോലെ കിടക്കാൻ പറ്റത്തില്ല. ഒരു വിശ്വാസിയാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ്. ഞാൻ അതിനെ ഇങ്ങനെ ഉപമിക്കട്ടെ, കട്ടിലിൻ്റെ 4 കാലുകൾ പോലെ ദൈവവുമായിട്ടുള്ള ബന്ധം, ഫാമിലി, മിനിസ്ട്രി, ജോബ്, ഇതെല്ലാം ഉണ്ടെങ്കിൽ നല്ലതായിട്ട് കിടക്കാൻ പറ്റുള്ളൂ. ഇനി റെക്രിയേഷൻ, അതിൻ്റെ സ്ഥാനം എന്താണെന്ന് പറയാം, നല്ലൊരു തലേണ പോലെയാണ്. സുഖമായിട്ട് ഉറങ്ങണമെങ്കിൽ അതും ഒരു വിശ്രമവും നമുക്ക് ആവശ്യം. സുഖമായിട്ട് ഉറങ്ങണമെങ്കിൽ ഈ 5 എണ്ണവും നിങ്ങളുടെ ജീവിതത്തിൽ വേണം. ഒക്കെ ഈ കട്ടിലും തലേണയും നിങ്ങൾ ഓർക്കുക, 4 കാലും ഒരു തലേണയും പോലെ. എന്തൊക്കെയാണ്? ഗോഡ്, ഫാമിലി, മിനിസ്ട്രി, ജോബ്, റെക്രിയേഷൻ. ഇതെല്ലാം ജീവിതത്തിൽ ആവശ്യമാണ്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ നിങ്ങളെ ഒന്ന് പഠിപ്പിച്ചു തരാൻ ആഗ്രഹിക്കുകയാണ്. ഈ 2 വലിയ വാക്കുകൾ. ഓക്കെ, ലേൺ ടു സേ നോ. നോ എന്ന് പറയാൻ പഠിക്കണം. മിടുക്കൻ, നോ പറഞ്ഞേ. നോ.
എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അത് എന്നെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലേൺ ടു സേ നോ. പലപ്പോഴും നമ്മൾ ഭയം കൊണ്ട്, മനുഷ്യരെ പേടി കൊണ്ട് ഇത് പറയാൻ പേടിക്കാറുണ്ട്. ഓക്കെ, ഈ പ്രയോറിറ്റി ലിസ്റ്റ് സെറ്റ് ചെയ്യുമ്പോൾ ഇത് പഠിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഞായറാഴ്ച രാവിലെ പ്രയോറിറ്റി കൊടുക്കാം, ദൈവത്തിന് ആരാധനയ്ക്ക് ഞാൻ പ്രയോറിറ്റി കൊടുക്കാൻ പോവുകയാണെന്ന് നിങ്ങൾ ഇറങ്ങാൻ പോകുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ അടുത്ത ആഴ്ചത്തേക്ക് വിളിക്ക് പറയുന്നത് എൻ്റെ മകളുടെ കല്യാണമാണ് 10:30 കുടുംബമായിട്ട് എത്തണം. ഓക്കെ, അപ്പോൾ ഏത് തിരഞ്ഞെടുക്കും? ലേൺ ടു സേ നോ. ഈ പ്രയോറിറ്റി ലിസ്റ്റ് വെച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് പറ്റില്ല. ആരാധന കഴിഞ്ഞ ഉടനെ നമ്മുടെ ഏതായാലും ആരാധന 11 മണിക്ക് തരും, ഭക്ഷണം കഴിക്കുന്ന നല്ല സമയമാകുമ്പോൾ ഞങ്ങളവിടെ സിറ്റി ചേഞ്ചേഴ്സുകാർ എത്തിക്കോളാം എന്നങ്ങ് പറഞ്ഞേക്കണം. ഓക്കെ, ലേൺ ടു സേ നോ. കെട്ടിൻ്റെ സമയത്തേ ഉണ്ടാവാതിരിക്കുള്ളൂ, ഭക്ഷണത്തിൻ്റെ സമയത്ത് തീർച്ചയായിട്ടും എത്തുമെന്ന് പറയുക. ലേൺ ടു സേ നോ. ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ നിങ്ങൾക്കത് പ്രയോറിറ്റി ആണെങ്കിൽ, വേറൊരു കാര്യം, ഒരു പെരവാസ്തോലി വന്നെങ്കിൽ ലേൺ ടു സേ നോ. ദൈവത്തെ മാനിക്കുന്നവനെ ദൈവവും മാനിക്കും. നമ്മൾ കോംപ്രമൈസ് തുടങ്ങിയാലുണ്ടല്ലോ, നമ്മൾ യെസ് അടിച്ചു വിടാൻ തുടങ്ങിയാൽ, ഞാൻ പറയാം, മാസത്തിൽ 4 ഞായറാഴ്ച ഉണ്ടെങ്കിൽ ഒരു ഞായറാഴ്ച നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ആർക്കും കല്യാണത്തിൻ്റെ ക്ഷണം കിട്ടാഞ്ഞിട്ടാണോ? എല്ലാവർക്കും കിട്ടുന്നുണ്ട്. പക്ഷേ പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന് വരുന്നത്. കുടുംബവുമായിട്ട് സ്പെൻഡ് ചെയ്യേണ്ട സമയത്ത് കൂട്ടുകാരൻ വിളിക്കുക, വാ നമുക്ക് മറൈൻ ഡ്രൈവിൽ പോയിരുന്നു കുറച്ച് സ്വറ പറയാമെന്ന് വിളിക്കുമ്പോഴത്തേക്ക് നോ, ഇപ്പം എൻ്റെ കുടുംബവുമായിട്ടുള്ള സമയമാണ്, ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകണം. അത് പറയാനായിട്ട് നിങ്ങൾ പഠിക്കണം. ലേൺ ടു സേ നോ. അപ്പോൾ തന്നെ കുടുംബത്തോട് ഏസ് പറയാനും പഠിക്കണം. ഓക്കെ, മിനിസ്ട്രി ചെയ്യേണ്ട സമയത്ത് ലേൺ ടു സേ നോ. ആ സമയത്ത് ഇൻ്റർഫിയർ ചെയ്യുന്ന വരുന്ന കാര്യങ്ങൾ നോ പറയാൻ പഠിക്കുക. ജോലിയുടെ സമയത്ത് ജോലി കളഞ്ഞിട്ട് വേറെ പരിപാടികൾക്ക് പോവുക, കറങ്ങാൻ പോവുക, അതൊന്നും വേണ്ട. ലേൺ ടു സേ നോ. റെക്രിയേഷൻ, കുടുംബമായിട്ടൊന്ന് വിശ്രമിക്കാൻ പോകുന്ന സമയത്താണെങ്കിൽ വേറെ 4 പേരെയും കൂടെ വിളിച്ചോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കണ്ട. ലേൺ ടു സേ നോ. നിങ്ങൾ വരണ്ട, ഞങ്ങൾ കുടുംബമായിട്ടൊന്ന് പോയി ഒന്ന് എൻജോയ് ചെയ്തിട്ട് വരട്ടെ എന്ന് പറയാനായിട്ടുള്ളൊരു ധൈര്യം ഉണ്ടാകട്ടെ. അപ്പം നിങ്ങൾ ഇത് പഠിക്കണം ജീവിതത്തിൽ. ലേൺ ടു സേ നോ. ആ പെണ്ണെന്ന് കാണിച്ച്, ഇത്രയും രൂക്ഷമായി പറഞ്ഞില്ലെങ്കിലും നല്ലതായിട്ട് പറയാം. ഓക്കെ, ലേൺ ടു സേ നോ. ഓക്കെ, ഞാനിവിടെ നിർത്തുകയാണ്. നമ്മുടെ സമയം വളരെ ചുരുക്കമാണ്, നമ്മുടെ ജീവിതം വളരെ വിലപ്പെട്ടതാണ്. ചുരുക്കം എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ക്ഷണികനാണ്, പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും വളരെ വിലപ്പെട്ടതാണ്. കർത്താവ് പറഞ്ഞു, ദൈവഭക്തൻ പ്രാർത്ഥിച്ചെങ്ങനെ, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കേണ്ടതിന് നാളുകളെ എണ്ണുവാനായിട്ട് ഞങ്ങളെ ശീലിപ്പിക്കണമേ. ഓരോ ദിവസവും മനസ്സിലാക്കുക, എൻ്റെ കുടുംബത്തോടൊപ്പം, എൻ്റെ ദൈവത്തോടൊപ്പം, എൻ്റെ ചേർച്ചിനോടൊപ്പം ജീവിക്കുവാൻ ദൈവം ദാനമായി തന്നേക്കുന്നതാണ് ഈ ദിവസം. ഈ ഒക്ടോബർ 5 എനിക്ക് ദാനമായിട്ട് തന്നേക്കും. ഇത് ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് ജീവിക്കണം. രാത്രിയാവുമ്പോഴത്തേക്ക് സ്വയം ജീവിതത്തെ ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റണം. ഈ പ്രയോറിറ്റി ലിസ്റ്റ് എടുത്തു വെച്ചിട്ട് ഒന്ന് നോക്കണം, ഇത് എനിക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയോ എന്ന് സ്വയം ചിന്തിക്കാനായിട്ട് പറ്റണം. നന്നായിട്ട് നിങ്ങളുടെ ജീവിതത്തെ എല്ലാം യൂട്ടിലൈസ് ചെയ്യുവാൻ, നിങ്ങളുടെ ടൈം ഏറ്റവും നന്നായിട്ട് പ്രയോജനപ്പെടുത്തുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച്.